മൂക്ക് മുറിച്ച് ശകലം മുടക്കുന്നു എന്ന് പറയുന്ന ന്യായങ്ങളാണ് UDF BJP നടത്തുന്നത്. യാതൊരു അടിസ്ഥാനമില്ല. BJP ആഗ്രഹിച്ചത്, കോൺഗ്രസ് ആഗ്രഹിച്ചത് ഈ ഗവൺമെൻറ് സ്റ്റക്കാവും, നിന്നുപോകും, ബ്രേക്ക് ഡൗൺ ആവും, അല്ലെങ്കിൽ വീട് ജപ്തി ചെയ്യുന്ന എന്ന് പറഞ്ഞല്ലോ ആദ്യം. അങ്ങനെ ആകുമ്പോൾ ഇവർക്ക് ഇത് വില കുറച്ച് വേണമെങ്കിൽ ലേലത്തിൽ പിടിക്കാം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയോടെ നടന്നതാണ്. അപ്പോൾ ആ പരിപാടിയൊന്നും നടക്കുന്നില്ല. ഇത് നന്നായി പോകുന്നു മാത്രമല്ല, ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളെക്കാളും മെച്ചപ്പെട്ട തരത്തിലേക്ക് നമ്മൾ ആ കാര്യത്തിൽ ഇമ്പ്രൂവ് ചെയ്തു. അപ്പം നമുക്ക് 3 രൂപ മാത്രം കിട്ടുകയാണെങ്കിൽ ലോട്ടറി നിരോധിക്കുന്നതിനെ പറ്റി നമുക്ക് ആലോചിച്ചുകൂടെ? ലോട്ടറി എന്തിനാണ് നിരോധിക്കുന്നത്? കിട്ടാനുള്ള 50,000 കോടി തരാനുള്ള ഒരു വർഷം കട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? നമുക്ക് അവകാശപ്പെട്ട 2.5 ലക്ഷം കോടി 5 വർഷം കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ നയധാരണം കിട്ടിയിട്ടില്ല. കേരളത്തിന് കിട്ടേണ്ട പണം കേരളത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് ആവർത്തിച്ച് പറയും, ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും അത് കിട്ടേണ്ടതാണ്. ഇപ്പോൾ ഒരു മലയാളിനെ പറ്റിയിട്ട് ഒരു സിംബോളിക്കായ ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ ഒരു കയ്യിൽ മദ്യക്കുപ്പിയും ഇപ്പുറത്തെ കയ്യിൽ ഒരു ലോട്ടറി ആയിട്ട് നിൽക്കുന്ന ഒരു മലയാളിനെ ആയിരിക്കും നമ്മൾ വിഭാവനം ചെയ്യുക. പാരാസിറ്റമോൾ കിട്ടാനില്ല എന്ന് പറഞ്ഞ കാലത്തു നിന്നും സ്റ്റെൻറ്റ് ഒരാഴ്ച താമസിച്ചു എന്ന് പറയുന്ന കാലത്തേക്ക് കേരളം മാറി. കാഴ്ചപ്പാടുകൾ വളരെ പ്രധാനമാണ്. ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കി കാഴ്ചപ്പാടെടുക്കുന്നത് ഇടതുപക്ഷമാണ്. എവിടെയും വൻകിട കമ്പനികൾ വന്നോട്ടെ, അവർ ചെയ്തോട്ടെ, നാട്ടിലെ നിയമം അനുസരിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. കൊള്ളയടിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. ഇതിലൊരു നോളജ് എക്കണോമി ആയിട്ട് കേരളത്തെ മാറ്റി തീർക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള വഴി. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം മുതൽ ക്ഷേമ പെൻഷൻ വരെ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും വാർത്തകളിൽ നിറയുകയും ചെയ്ത വകുപ്പാണ് ധനകാര്യ വകുപ്പ്. കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി സഖാവ് KN ബാലഗോപാൽ നമ്മളോടൊപ്പം ഉണ്ട്. സ്വാഗതം മിനിസ്റ്റർ. കടക്കെണി മൂലം ആത്മഹത്യയെ നോക്കിക്കാണുന്ന ഒരു കുടുംബത്തിൻ്റെ അവസ്ഥയിലാണ് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്നാണ് പ്രതിപക്ഷ നേതാവ് ഈ അടുത്ത കാലത്ത് സംസ്ഥാനത്തിനെതിരെ ഉന്നയിച്ച ഒരു ആരോപണം. അങ്ങനെയാണെങ്കിൽ ആ വീടിൻ്റെ കടക്കെണിയിൽപ്പെട്ടുയർന്ന ഒരു ഗൃഹനാഥനാണ് അങ്ങ്. എന്താണ് അങ്ങേക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്? കേരളത്തിലെ ജനങ്ങൾ എന്ന നിലയിൽ ഞങ്ങൾ എത്രമാത്രം ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്? കടക്കെണി മൂലം ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലമല്ല കേരളമെന്ന് വളരെ അടുത്ത കാലത്ത് വന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ജനങ്ങളുടെ ഇടയിൽ ആ കോൺഫിഡൻസ് ഉണ്ട്. പൊതുവിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ഇക്കണോമിക് പെർഫോമൻസിനോട് ഇപ്പോൾ വന്ന റിപ്പോർട്ടുകൾ വെച്ചിട്ട് ജനങ്ങൾ നല്ല വിശ്വസിക്കുന്നുണ്ട്. എനിക്കതിൻ്റെ ഇമ്പാക്റ്റ് അറിയാം, ഓരോ മേഖലയിൽ അറിയാൻ പറ്റും. ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഞങ്ങളുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പല മേഖലയിലെ എഫക്റ്റ്. അതിൻ്റെ കാരണം അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് റീസെൻ്റ്ലി കേരളത്തിൻ്റെ കടം ഏറ്റവും താഴെയൊന്നുമല്ല, കേരളത്തെക്കാളും അധികം കടമുള്ള ഒരു 10 സംസ്ഥാനങ്ങളുടെ എല്ലാം കണക്ക് കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല 39% വരെ GSTPയുടെ 39% വരെ കേരളത്തിന് ആകെ കടമുണ്ടായിരുന്നു. അത് കോവിഡ് സമയത്ത് എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം കോവിഡ് സമയത്ത് വരുമാനം കുറഞ്ഞല്ലോ. അതിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്ത് 34 എത്തി. 30 എത്തണം ഒരു എത്ര വർഷം കഴിയുമ്പോഴാണ്. ഇന്ത്യ ഗവൺമെൻറ് 59 ഉണ്ടായിരുന്നു. അപ്പം ആ കടം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കടം കുറയുന്നു എന്ന് മാത്രമല്ല, ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള കടം വളരെ കുറവാണ്. പൊതുവിൽ ഇങ്ങനെ വരുന്ന കടം എന്നുള്ളതല്ല, അത് ഔട്ട്സ്റ്റാൻഡിങ് കടം ഇപ്പം നമുക്ക് പ്രസൻ്റ്ലി നിൽക്കുന്ന ബാധ്യത വളരെ കുറവാണ്. ആകെയുള്ള കടം സാധാരണഗതിയിൽ 6 ലക്ഷം കോടി വരെ എത്തേണ്ടതാണ്. ഇപ്പം 4,70,000 കോടിക്ക് അപ്പുറം പോവില്ല. ചില നേതാക്കന്മാരൊക്കെ ഇത് UDF-കാരും BJP-കാരും പറയുന്നത് വലിയ കടമായി കിട്ടാൻ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ 6 ലക്ഷം കോടിയിലേക്ക് പോകുന്ന അവർ പ്രതീക്ഷിച്ചതിൻ്റെ കണക്കുണ്ട്. കാരണം കഴിഞ്ഞ 30 വർഷത്തെ കടത്തിൻ്റെ പ്രോഗ്രസ് നോക്കുമ്പോൾ എവറി 5 years ഇറ്റ് വിൽ ബി ഇൻക്രീസ് ബൈ 90% ഓർ 100%. അതാണ് പ്രാക്ടീസ്. ഇപ്പോൾ അത് 60% ഉള്ളൂ. കാരണം കടം എടുക്കുന്നതിനുള്ള പല റെസ്ട്രിക്ഷൻസും വന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ. നമുക്ക് എടുക്കുന്ന ചില മേഖല കുറഞ്ഞു, നിയന്ത്രണം ആവശ്യമില്ല തോന്നുന്നു. കിഫ്ബിയും പെൻഷൻ കമ്പനി നേരത്തെ ചെയ്ത കാര്യങ്ങൾക്ക് പോലും മുൻപ് എടുത്തതുപോലും ഈ ഗവൺമെൻറ്റിൻ്റെ രണ്ടാം പിണറായി സർക്കാർ നമുക്ക് കൊടുക്കേണ്ടി വന്നു. സോ കടം 4,70,000 കോടി നിൽക്കും ഈ വർഷം അവസാനം. ഇവരെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, ഈ സാധാരണ ഇത് കടമാണ് ഇവന് കടമാണ്, ഈ വീട് ബാങ്ക്രപ്റ്റായി, ഇവൻ വിൽക്കും എന്ന് പറഞ്ഞ് നോക്കി നടക്കുമല്ലോ. ഇതിനെ തകർത്ത് ഞങ്ങൾക്ക് കയറാം എന്ന് വിചാരിക്കുന്ന UDF-കാരുടെ ഒരു മനോഭാവമുണ്ട്. ഇപ്പം തകരും എന്ന് നടക്കുക. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അസംബ്ലി പറഞ്ഞു, കേരളത്തിൻ്റെ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ്, അവിടെ ഒന്നുമില്ല. ഇപ്പോൾ ഞങ്ങൾ ധനകാര്യ കാര്യങ്ങളിൽ കൃത്യമായൊരു ചിട്ടയുള്ളത് കൊണ്ടായിരിക്കണമല്ലോ ഈ 2,000 രൂപ ക്ഷേമ പെൻഷനാക്കി വർദ്ധിപ്പിക്കാനും സ്ത്രീകൾക്ക് ഒരു സുരക്ഷാ പദ്ധതി പ്രഖ്യാപിക്കാനും കുട്ടികളുടെയും മറ്റെല്ലാ മേഖലയിലും ഇൻക്രീസ് ചെയ്യാൻ പറ്റിയത്. 6 മാസം കൂടി ഞങ്ങളുടെ ഈ ഗവൺമെൻറ്റിന് കൊടുക്കണം. അവസാന മാസമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഇത് അവസാന മാസം വരെ നാടകം കാണിക്കുകയാണ്. അപ്പോൾ 6 മാസം കൂടി കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്കും പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്കും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്.
കാരണം അത് ഒരു സാമ്പത്തികമായിട്ട് നല്ലതുപോലെ ഞങ്ങളത് പ്ലാൻ മാനേജ് ചെയ്തിട്ടാണ്. ഇപ്പം ഇത്രയും വികസന കാര്യങ്ങളും അതേപോലെ സാധാരണക്കാരുടെ കാര്യങ്ങൾക്കും പണം കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് പ്ലാൻ ചെയ്തു. പക്ഷേ ഇവർ വിചാരിക്കുന്നത് എന്താ, ആദ്യം തൊട്ടേ BJP ആഗ്രഹിച്ചത്, കോൺഗ്രസ് ആഗ്രഹിച്ചത് ഈ ഗവൺമെൻറ് സ്റ്റക്കാവും, നിന്നുപോകും, ബ്രേക്ക് ഡൗൺ ആവും, അല്ലെങ്കിൽ വീട് ജപ്തി ചെയ്യുന്ന എന്ന് പറഞ്ഞല്ലോ ആദ്യം. അങ്ങനെ ആകുമ്പോൾ ഇവർക്ക് ഇത് വില കുറച്ച് വേണമെങ്കിൽ ഏലത്തിൽ പിടിക്കാം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയോടെ നടന്നതാണ്. ഇപ്പോൾ ആ പരിപാടിയൊന്നും നടക്കത്തില്ല. ഇത് നന്നായി പോകുന്നു മാത്രമല്ല, ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളെക്കാളും മെച്ചപ്പെട്ട തരത്തിലേക്ക് നമ്മൾ ആ കാര്യത്തിൽ ഇമ്പ്രൂവ് ചെയ്യുന്നു. ഇനി വരുന്നൊരു 5-10 വർഷം നോക്കുമ്പം കേരളത്തിൻ്റെ എക്കണോമിക് ഗ്രോത്ത് വലിയ തോതിൽ വരും. കാരണം ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ധാരാളം വന്നിട്ടുണ്ട്. തുറമുഖം വന്നു, ഏറ്റവും വലിയ തുറമുഖം, റോഡ് കണക്ടിവിറ്റി, ഫാക്ടറികൾ, കെട്ടിടങ്ങൾ, ബിൽഡിങ്ങുകൾ, റിസർച്ച് സെൻറ്റേഴ്സ്, ഇതൊക്കെ എപ്പോഴും എക്കണോമിക് പെർഫോമൻസ് കൂട്ടും. കൂടുതൽ നല്ല ജോലികൾ വരും, കൂടുതൽ ആളുകൾ ഇവിടെ വരും. ഇത് വരുമ്പോൾ ഇനിയും നമ്മൾ ഇതിനേക്കാളും ഇപ്പോൾ ഉള്ളതിനേക്കാളും 10 മടങ്ങ് മെച്ചപ്പെടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ അതുകൊണ്ട് ഇത് കടം കയറിയ വീടല്ല, ഇത് ഇവർ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൺട്രോൾ ചെയ്ത് പോകുന്നതാണ്. വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്നൊരു സ്ഥലമാണ്. നല്ലപോലെ പ്രോഗ്രസ് ചെയ്യുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് അനുഭവം കാണിക്കുന്നത്. അത് മിനിസ്റ്റർ പറഞ്ഞത് ഞാൻ രണ്ടാമത് ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു കാര്യമാണ്. അത് കാരണം നമ്മൾ വസ്തുതാപരമായിട്ട് വിലയിരുത്തുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് മിനിസ്റ്റർ പറഞ്ഞതുപോലെ 6 ലക്ഷം കോടിയുടെ അടുത്ത് നമുക്ക് കടമെടുക്കാവുന്ന ഒരു സാഹചര്യം, അതല്ലെങ്കിൽ നമ്മുടെ ചരിത്രം അതാണ് പറയുന്നത്. കഴിഞ്ഞ ഒരു 30 കൊല്ലത്തെ ചരിത്രത്തിനനുസരിച്ച് കടം ഇരട്ടിപ്പിക്കുന്ന ഒരു കൾച്ചറിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അവിടെ ഇന്ത്യയിലെ മിക്കവാറും സ്റ്റേറ്റുകളും അങ്ങനെയാണ്, എല്ലാ സംസ്ഥാനങ്ങളും ഏതാണ്ട് അങ്ങനെയാണ്. നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലി കേരളം ഇന്ത്യയിലെ ഏറ്റവും കടമുള്ള സംസ്ഥാനമല്ല, ഏതാണ്ട് 14-മോ 15-മോ മാത്രമാണ് കേരളം വരുന്നത്. അപ്പോൾ ആ തരത്തിലോ അതല്ലെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മൾ നികുതിയേതര വരുമാനം ഇപ്പോൾ ഒരു കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നമുക്ക് വലിയ വർധനവ് ആ മേഖലയിലൊക്കെ 1 ലക്ഷം കോടിയോട് അടുക്കാൻ പോകുന്ന സാഹചര്യം അവിടെയുണ്ട്. GDPയുടെ ഗ്രോത്ത് ആണെങ്കിലും ദേശീയ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ്. നമ്മൾ ഒരു ദശാബ്ദത്തിനുള്ളിൽ ഇരട്ടിയിലധികമാവുന്ന തരത്തിലേക്ക് നമ്മൾ വളരുന്നുണ്ട്. അപ്പൊ ഈ നമ്പറുകളെല്ലാം ആളോഹരി വരുമാനവും വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഡാറ്റയെ മാത്രം ആശ്രയിച്ചാൽ പോലും കേരളത്തിന്റെ ആളോഹരി വരുമാനത്തിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്പറുകളെല്ലാം അങ്ങക്ക് ഫേവറബിൾ ആവുമ്പോഴും ഒരു പെർസെപ്ഷണൽ ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവുന്നുണ്ടെന്ന് അങ്ങ് കരുതുന്നില്ലേ? എന്തായിരിക്കും അതിൻ്റെ ഒരു കാരണം? അത് നേരത്തെ തൊട്ടേ തുടരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഈ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ ട്രഡീഷണലായി വളരെ പണ്ടേ ചെയ്യുന്നൊരു സ്റ്റേറ്റ് കേരളമാണ്. ഇപ്പോൾ പല സ്റ്റേറ്റുകളും, ഇപ്പോൾ മഹാരാഷ്ട്രയും കർണാടകയും തമിഴ്നാടും ഒക്കെ കുറച്ച് ചെയ്യുന്നുണ്ട്. തമിഴ്നാട് നേരത്തെ ചെയ്യുന്നുണ്ട്. ബീഹാറിൽ ഇപ്പോൾ 10,000 രൂപ വെച്ചൊക്കെ അക്കൗണ്ട് എന്ന് പറഞ്ഞു. എല്ലാവർക്കും കിട്ടിയിട്ടില്ല എന്നൊക്കെയുള്ള പരാതിയുണ്ട്. അതവിടെ നിൽക്കട്ടെ, ആ ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇത് പണ്ട് തൊട്ടേ പറയുന്നുണ്ട്. ഇവർ കർഷക തൊഴിലാളിക്ക് 45 രൂപ പെൻഷൻ കൊടുത്തത് 80-ലെ ഗവൺമെൻറ്റാണ് സഹിക്കുന്നതിനൊരു മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. അന്ന് തന്നെ ഇതൊരു പ്രൊഡക്റ്റീവ് അല്ല എന്നുള്ള വിമർശനമുണ്ട്. കേരളത്തിലെ ഇന്ത്യയിലാകെ PSC അപ്പോയിൻമെൻറ്റ് നടക്കുന്നതിൻ്റെ 60% PSC അപ്പോയിൻമെൻറ്റ് കേരളത്തിലാണ്. 3% താഴെയുള്ള നമ്മുടെ ജനസംഖ്യ. അപ്പോൾ PSC അപ്പോയിൻമെൻറ്റ് ഇങ്ങനെ നടത്തുന്നുണ്ട്. ആശുപത്രിയിലാണെങ്കിൽ 42 ലക്ഷം പേർക്ക് 5 ലക്ഷം രൂപ വരെ ചികിത്സ, വലിയ തുകയാണ് നമ്മൾ കാരുണ്യ പദ്ധതി വഴി ചിലവാക്കുന്നത്. വീട് ലൈഫ് പദ്ധതി ഇതേപോലെ നടപ്പിലാക്കുന്ന ഒരു സ്റ്റേറ്റും ഇല്ല. 4 ലക്ഷം രൂപ സാധാരണ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അതിനകത്ത് 5 ലക്ഷത്തോളം വീട് ഇപ്പം പൂർത്തീകരിച്ചു, അതിനേക്കാളും കൂടുതൽ. ഇതൊക്കെ ഇങ്ങനെ ചിലവാക്കിയാൽ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ള ആശങ്ക അവരൊന്നും ഇത് ചിലവാക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പെർസെപ്ഷൻ ഉണ്ടാവേണ്ട കാര്യം ഈ തരത്തിൽ സാധാരണക്കാർക്ക് കൊടുക്കുന്നു. സർക്കാർ ജീവനക്കാർക്ക് മുതൽ ഏറ്റവും സാധാരണക്കാർക്ക് വരെ കൊടുക്കുക. അവരുടെ ഭാഷ പറഞ്ഞാൽ വാരിക്കോരി കണക്കില്ലാതെ കൊടുക്കുന്നൊരു സമീപനം ശരിയല്ല എന്നാണ് നമ്മുടെ കൺവെൻഷണൽ റൈറ്റ് വിങ് എക്കണോമിസ്റ്റുകളുടെ അഭിപ്രായം. ആ അഭിപ്രായം വെച്ചുകൊണ്ടാണ് അവർ പറയുന്നത്. പക്ഷേ ഇതെല്ലാം കൊടുക്കാൻ പറ്റുകയും നമുക്കിത് നടത്തിക്കൊണ്ടു പോകാൻ പറ്റുകയും ചെയ്യുന്നതിൻ്റെ ഒരു എക്കണോമിക്സ് അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. മറുവശത്ത് കേരളത്തിന് തനതായിട്ടുള്ള നികുതി വരുമാനം വർദ്ധിപ്പിച്ചെന്ന് പറയുമ്പോഴും സെൻട്രൽ നിന്ന് കിട്ടേണ്ട നികുതി വരുമാനം വലിയ തോതിൽ വെട്ടിക്കുറച്ചു. ഞാൻ ധനകാര്യമന്ത്രി ആവുന്ന വർഷം നമുക്ക് കിട്ടിയ 31,000 കോടി രൂപയാണ് ഗ്രാൻറ്റും മറ്റ് വരുമാനവും. ഈ വർഷം അത് 6,800 കോടിയേ മറ്റേ ഉള്ളൂ. അത്രയും ഗ്രാൻഡി കുറച്ചു. കടമെടുക്കുന്നതിൻ്റെ പരിധി വെട്ടിക്കുറച്ചു. എല്ലാം വെട്ടിക്കുറച്ചിട്ടും പിന്നെ നമ്മളങ്ങനെ നിൽക്കുന്നത്. അവർ വിചാരിക്കുന്ന ഓരോ വെട്ടിക്കുറവും നമ്മളെ ബുദ്ധിമുട്ടി, നമ്മളെ ഇല്ലാതാക്കുന്ന, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഇല്ലാതാവുന്നില്ല. മറ്റ് സ്റ്റേറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒറീസയ്ക്ക് ഒരു വർഷം 30,000 കോടി രൂപയാണ് അവർക്ക് ഖനിജ വിഭവങ്ങൾ റോയൽറ്റി. അവർക്ക് സ്റ്റീലുണ്ട്, കോളുണ്ട്. അപ്പോൾ കൽക്കരിയും ഇരുമ്പയിരും ഉള്ള സ്ഥലത്ത് കിട്ടുന്ന ആ 30,000 കോടി പോലുള്ള ഒരു വരുമാനവും കേരളത്തിനില്ല. ഇതൊന്നും ഇല്ലാഞ്ഞിട്ടാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത്. ഇതൊക്കെ ഇല്ലാഞ്ഞിട്ട് പോലും കേരളത്തിന് ആകെയുള്ള നമ്മുടെ റവന്യൂ വരുമാനം 100 രൂപയാണെങ്കിൽ അതിൽ 75 രൂപയും കേരളം തനതായി ഉണ്ടാക്കുകയാണ്. ഈ വർഷവും കഴിഞ്ഞ വർഷമൊക്കെ 25 രൂപയിൽ താഴെ, 25% താഴെ മാത്രമേ കേന്ദ്രത്തിൻ്റെതായ ട്രാൻസ്ഫേഴ്സ് വരുന്നുള്ളൂ. ബീഹാറിൽ, ഞാൻ സ്റ്റേറ്റുകളെ എടുത്തിട്ട് പറയാനല്ല, ഡാറ്റയാണല്ലോ, ബീഹാറിന് അത് 70%-ലധികമാണ് കേന്ദ്രം കൊടുക്കുന്നത്. ബാക്കി അവർ 30 ഉണ്ടാക്കുന്നുള്ളൂ. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ എടുത്താൽ ശരാശരി
100 രൂപ ഒരു സംസ്ഥാനത്തിന് വരുമാനം ഉണ്ടെങ്കിൽ 53 രൂപയും സെൻട്രൽ ട്രാൻസ്ഫേഴ്സാണ്. കേരളത്തിന് മാത്രം 25% ഉള്ളൂ. ആ 25 50 ആവുകയാണെങ്കിൽ തന്നെ എനിക്കിപ്പോൾ ഒരു ധനകാര്യ വകുപ്പ് എന്ന നിലയിൽ ഒരു വർഷം കിട്ടുന്നതിനകത്ത് 10,000 30,000 40,000 കോടി അധികം വരും. ഇപ്പം നിലവിൽ കൊടുത്തു തീർക്കാനുണ്ട് എന്ന് പറയുന്ന DA കുടിശ്ശിക കുറച്ചല്ലാതെ ഒരു പണവും ഔട്ട്സ്റ്റാൻഡിങ് കേരളത്തിനില്ല. അത് തന്നെ 30,000 കോടി താഴെയുള്ളൂ. ഇവർ വലിയ പ്രചരണമൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഞാൻ എല്ലാത്തിനൊന്നും മറുപടി പറയാൻ നിൽക്കുന്നില്ല. കാരണം വണ്ടി ഓടി കൃത്യമായി പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ വിചാരിക്കുന്നതിനേക്കാളും നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനിയും നന്നായി ചെയ്യും. അതിന് നല്ലൊരു ടീം വർക്കും ഈ LDFൻ്റെ ഒരു പൊളിറ്റിക്സുമാണ് അതിന് കാരണം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവൺമെൻറ്റും എല്ലാം കൂടി എടുക്കുന്നതാണ്. ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ പൊതുവിലെ എല്ലാ വകുപ്പുകളും ജനങ്ങളും ചേർന്ന് നടത്തുന്നൊരു കാര്യമാണ്. അത് ഒരു മാതൃകയാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെയുള്ള പെർസെപ്ഷൻ നടത്താനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ പെർസെപ്ഷനൊക്കെ നടത്തുമ്പോൾ തന്നെയും ഇന്ത്യയിലെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട കാര്യം, സ്കൂൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഏറ്റവും മെച്ചപ്പെട്ടത് തുടങ്ങിയ എല്ലാ റെക്കോർഡുകളും നമുക്കുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആകെ ഡെഡ് ഡ്രിവൺ ആണ്. കടക്കണിയിലാണെങ്കിൽ പണം ഉണ്ടാവില്ല. അമേരിക്കയിൽ പോലും കഴിഞ്ഞ 45 ദിവസമായിട്ട് ട്രഷറി അടച്ചേക്കുക. പണമില്ലാത്തതുകൊണ്ട് മാത്രമല്ല, അവിടുത്തെ പാർലമെൻറ്റ് നിയമം പാസ്സാക്കാത്തതുകൊണ്ടും എന്തായാലും അവർക്കും പ്രതിസന്ധി ഉള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെ ട്രംപ് കാണിക്കുന്ന കാര്യങ്ങൾ പലതും വരുന്നത്. അത്തരം വലിയ രാജ്യങ്ങൾ പോലും ഇത്തരം നയങ്ങൾ കാരണം ബുദ്ധിമുട്ടുമ്പോഴാണ് നമ്മുടെ ഈ കേരളം ഇതിനകത്ത് നിന്നുകൊണ്ട് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഈ പ്രചരണം നടത്തുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഇത് നടക്കില്ല. ഇപ്പം തന്നെ 2000 രൂപ ക്ഷേമ പെൻഷനാക്കി മറ്റാനുകൂല്യങ്ങൾ വനിതാ സുരക്ഷയൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെയും മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം എന്തായിരുന്നു? ഇത് ഞങ്ങളെ ഇനി അടുത്ത് വരുന്ന ഞങ്ങൾ അവർ ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന ഞങ്ങളെങ്ങാണം വരുവാണെങ്കിൽ ഞങ്ങളുടെ ഗവൺമെൻറ്റിനെ തകർക്കാനാണ് ഇപ്പോഴേ ചെയ്യുന്നതെന്ന്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞായിരുന്നു. ജനങ്ങൾ പറഞ്ഞു നിങ്ങൾ വരണ്ട, LDF ഇത് പറഞ്ഞാൽ LDF ചെയ്യും. വലിയ ഒരു ബാധ്യതയുള്ള കാര്യങ്ങളുള്ള ഒരു സമയത്ത്, വലിയ പ്രഖ്യാപനങ്ങൾ വന്ന സമയത്താണ് അന്ന് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇപ്പോൾ അതിനേക്കാളും വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു സമയമാണ്. അവർ പറഞ്ഞു ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ, അന്ന് അവർ പറഞ്ഞു ഞങ്ങൾ വന്നാൽ ശമ്പളം കുറയ്ക്കും. LDF വന്നതുകൊണ്ട് തന്നെയാണ്, തുടർന്ന് വന്നതുകൊണ്ടാണ് ശമ്പളം പെൻഷൻ കൊടുത്തത്. അത്ര വലിയ ഉത്തരവാദിത്വമായിരുന്നു. വലിയ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ 1,15,000 കോടിയേ ഉള്ളായിരുന്നു ഒരു വർഷം ശരാശരി ഒന്നാം പിണറായി സർക്കാരിൻ്റെ ചിലവ്. അതിനു മുമ്പത്തേക്കാളും അത് വളരെ വലുതായിരുന്നു. അതിനേക്കാളും ഓരോ വർഷവും 50,000 കോടിയിലധികം വെട്ടിക്കുറച്ചു കേന്ദ്രം. എന്നിട്ടും ആ 1,15,000 എന്നുള്ളത് 1,75,000 കോടിയാണ് ശരാശരി. അത്രയും വർദ്ധിച്ചു. അപ്പോൾ ജനങ്ങൾക്കറിയാം LDF വന്ന ഇക്കാര്യം ചെയ്യും. ഇവർ പറയുന്നത് എന്താ? ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇതെല്ലാം കൂട്ടുന്നത്, ഇതൊക്കെ കൊടുക്കാൻ പറ്റുന്നതല്ലെന്നാണ്. അപ്പം LDF പറയുന്നത് എന്താ? ഞങ്ങൾ ഈ കാര്യം ചെയ്യാൻ പറ്റുന്നവർ തന്നെയാണ്, ചെയ്ത അനുഭവമുണ്ട്, ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. ആ കൃത്യമായ കണക്കൂട്ടലോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് അവരതിനെപ്പറ്റി ആലോചിച്ച് വളരെയേറെ ബുദ്ധിമുട്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. അവർക്ക് ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഈ പെർസെപ്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് എനിക്ക് പറയുന്നത്. ഇത് അവിടെ മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനവും BJPയുടെ സമീപനവും ഇത് തന്നെയാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനും ഇതേ കാര്യം തന്നെയാണ് ആവർത്തിക്കുന്നത്. അദ്ദേഹവും തെറ്റായ കണക്കുകളുമാണ് പറയുന്നത്. ഈ പറഞ്ഞ 6 ലക്ഷം കോടിയാണ് ബാധ്യത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിനകത്ത് ഇന്ത്യയുടെ CNTG-യുടെ അക്കൗണ്ടിനേക്കാളും വലിയ അക്കൗണ്ട് അല്ലല്ലോ. അതിനകത്തുള്ള പണത്തെക്കാളും കൂടുതൽ പറയും. അതൊരു ഇങ്ങനൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാനാണ്. പക്ഷേ നമുക്ക് ഈ നേട്ടങ്ങളെല്ലാം ഉണ്ടാക്കാൻ പറ്റിയത് നാടിന് പണ്ടുള്ള ഇന്ത്യൻ ശരാശരിയേക്കാളും 20% 30% ആയിരുന്നു കേരളത്തിൻ്റെ ആളോഹരി വരുമാനം 70കളിൽ. ആ സ്ഥലത്തുനിന്ന് ഇന്ത്യയിൽ 100 രൂപ ഉണ്ടെങ്കിൽ 150ലേക്ക് കേരളീയന് 1 ലക്ഷം ഉണ്ടെങ്കിൽ ഇപ്പോൾ 2-2.5 ലക്ഷമാണ്. ആ വരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റിയത് ഈ തരത്തിലുള്ളൊരു വലിയ സോഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടാണ്. ഇത് കൂടുതൽ ശക്തിപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതിന് വേണ്ടത് ഇടതുപക്ഷത്തിൻ്റെ ഒരു വളരെ ഇക്വിറ്റബിളായ ജനങ്ങളെല്ലാം ചേർത്ത് പിടിക്കുന്ന നയങ്ങൾ തന്നെയാണ്. മതനിരപേക്ഷമായ സമാധാനപൂർണ്ണമായ ജീവിതം കൊണ്ടൊരു സൊസൈറ്റി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വ്യവസായം വരണമെങ്കിൽ, ആളുകൾ വരണമെങ്കിലൊക്കെ അതൊക്കെ വേണം. ഇതെല്ലാം ഉറപ്പാക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഈ നേട്ടത്തിൻ്റെ കാരണം. സാമൂഹ്യക്ഷേമത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഇടതുപക്ഷ സാമ്പത്തിക നയം, അപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലൊരു നയമാണ് ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുക. ലളിതമായി പറഞ്ഞാൽ ആളുകളുടെ വാങ്ങൽ ശേഷിയെ, പർച്ചേസിംഗ് പവർ പാരിറ്റിയെ പരമാവധി ഇംപ്രൂവ് ചെയ്യുക. അതിലൂടെ സ്റ്റേറ്റിനെ ഒരു ആക്റ്റീവ് എക്കണോമി ആയിട്ട് നിലനിർത്തുക, അതിലൂടെ വളർച്ച കൈവരിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യം. പക്ഷേ നമ്മുടെ കേന്ദ്രത്തിൻ്റെയൊക്കെ നയം കുറച്ചുകൂടെ ഉദാരമാണ്, സ്വകാര്യവൽക്കരണത്തിന് കുറച്ചുകൂടെ അനുകൂലമാണ്. വിദേശ മൂലധനത്തെ പറ്റിയാണെങ്കിലും അവരുടെ നിലപാടുകൾക്ക് കേരളത്തിൻ്റെതിൽ നിന്ന് വലിയ വ്യതിയാനമുണ്ട്. അപ്പം ഈ തരത്തിലുള്ളൊരു നയവ്യതിയാനമാണോ നമ്മളെ ആ നയത്തിൻ്റെ ഒരു കള്ളിയിലേക്ക് നമ്മളെയും ചേർക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെ ഒരു പ്രതികാര നടപടി ഉണ്ടാവുന്നത്? യഥാർത്ഥത്തിൽ ഈ സാമൂഹ്യക്ഷേമത്തിൽ അധിഷ്ഠിതമായതെന്ന് പറയുന്നതിനേക്കാളും നല്ലത് മനുഷ്യ കേന്ദ്രീകൃതമാണ് കേരളത്തിൻ്റെ വികസനം എന്ന് പറയുന്നതായിരിക്കും. എല്ലാ മനുഷ്യനും, ഏറ്റവും ബുദ്ധിമുട്ടേറിയ മനുഷ്യനും സഹായം എത്തിക്കുക. ഇപ്പോൾ അതിദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വലിയൊരു പ്രവർത്തനം നമ്മളിപ്പോൾ നടത്തി. അത് ചൈന ഒരു സോഷ്യലിസ്റ്റ് രാജ്യം എന്ന നിലയിൽ നേരത്തെ നടത്തിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ചൈന
സന്ദർശിക്കാനായിട്ട് മുമ്പ് മന്ത്രി MLA ഒക്കെ ആവുന്നതിന് മുമ്പ് ഒരു പൊളിറ്റിക്കൽ ഡെലിഗേഷൻ്റെ ഭാഗമായിട്ട് പോയപ്പോൾ അവിടെ ഇങ്ങനെ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു വില്ലേജ് ഞങ്ങൾ പോയി കണ്ടു. വളരെ ദാരിദ്ര്യം ഉണ്ടായിരുന്നതാണ്, സുഖമില്ലാത്ത ആളുകളാണ്, അപ്പോൾ ഇൻകം ഉണ്ടാക്കാൻ പറ്റാത്ത ആളുകളാണ്. അവർക്ക് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് ചെറിയ അവർക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള ജോലികൾ, മറ്റു കാര്യങ്ങൾ, സപ്പോർട്ടൊക്കെയുള്ള ഒരു ചൈനീസ് വില്ലേജ്, ഒരു ഇൻറ്റീരിയർ വില്ലേജാണ്. അവിടുത്തെ നമുക്കിവിടെ പറയുന്ന പോലെ ആദിവാസി എന്ന് പറയുന്ന പോലൊരു ഗോത്ര രീതിയുള്ള ആളുകളുടെ ഇവിടെ അങ്ങനെ ചെയ്ത് ഇത്തരം സോഷ്യലിസ്റ്റ് രാജ്യങ്ങളല്ലാതെ വേറെ ഇല്ല. കേരളത്തിൽ നമ്മളിത് ചെയ്തു എന്ന് പറഞ്ഞ് കപടമായി പറയുന്നതല്ല. UDFൻ്റെ പഞ്ചായത്തും LDFൻ്റെ പഞ്ചായത്തും എല്ലാ പഞ്ചായത്തും ഉൾപ്പെടെ ചെയ്തതാണ് കാര്യം. ഇത് ജനങ്ങളെ കേന്ദ്രീകരിച്ച, അല്ലാതെ പത്രങ്ങളിൽ മാത്രം വാർത്തയും പരസ്യം കൊടുത്താലല്ലോ, താഴേന്ന് വന്ന് ചെയ്തതാണ്. ഇത് വേറെ തരത്തിൽ ചെയ്യാമെന്ന് നരേന്ദ്രമോദി ഗവൺമെൻറ് കാണിച്ചിട്ടുണ്ട്. 2019 തോന്നുന്നു ട്രംപ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അഹമ്മദാബാദ് സന്ദർശിച്ചു. അവിടെ ദാരിദ്ര്യം ഇല്ലയെന്ന് കാണിക്കാൻ അവർ ചെയ്തത് എന്താ, 200 കോടി മുടക്കി 2 സൈഡിലും മതിൽ കെട്ടി. അഹമ്മദാബാദിൻ്റെ സ്ട്രീറ്റുകളിൽ ചേരികൾ കാണാതിരിക്കാൻ മതിൽ കെട്ടി. എന്നിട്ട് പറഞ്ഞു ഇവിടെ വളരെ സമ്പന്നമാണ്. അപ്പം ട്രംപ് വന്നു, അമേരിക്കൻ പ്രസിഡന്റ് വന്നപ്പോൾ ഇത്രയും നല്ലൊരു സ്ഥലമില്ല. പക്ഷെ നമ്മുടെ ഇവിടെ അല്ല, റൂട്ട് കോസിലാണ് നമ്മൾ ചികിത്സിക്കുന്നത്. ഇവിടെ ഏത് സ്ഥലത്ത് നിങ്ങൾ പൊക്കോളൂ. നിങ്ങൾ പത്രക്കാരും ടെലിവിഷൻകാരും ഒക്കെ എത്രയോ സ്ഥലത്ത് ചെറിയൊരു കാര്യം പോലും വലിയ വാർത്തയാക്കാറുണ്ട്. അങ്ങനെ പോയി കാണുന്നതുകൊണ്ടല്ലേ. ഈ നാട്ടിലൊക്കെ നോക്കി, ഇപ്പോൾ ബീഹാറിലൊക്കെ പോയിട്ട് വന്ന് പത്രപ്രവർത്തകർ ചില റിപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ടോ, കാണുന്നവർ അമ്പരം നിൽക്കുകയാണ്. ഈ ബീഹാർ എന്തായിരുന്നു? ബീഹാറാണ് അശോക ചക്രവർത്തിയുടെ പഴയ രാജ്യം. ലോകത്തെ ഏറ്റവും സമ്പന്നമായ ചക്രവർത്തിമാർ എത്രയോ വർഷം മുമ്പ്, ക്രിസ്തുവിനും 2000 വർഷം മുമ്പ് പ്രവർത്തിച്ച അത്രയും സമ്പന്നമായ സ്ഥലത്തെ ഇപ്പോഴത്തെ സ്ഥിതിയാണ് കഴിഞ്ഞ ദിവസം ടെലിവിഷൻ കാണിക്കുന്നത്. ഇത്രയും റിസോഴ്സസ് ഉള്ള സ്ഥലത്ത് കൃത്യമായ ഒരു പ്ലാനിങ് ആണെങ്കിൽ കുറച്ചുകൂടെ മുന്നേ വരാമെന്നല്ലേ അത് കാണിക്കുന്നത്. കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ ലിമിറ്റഡ് റിസോഴ്സസിൽ നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റലാണ് വിദ്യാഭ്യാസം, പഠിത്തം, റിസർച്ച്, ഡെവലപ്മെൻറ്റ്, ജോലി ചെയ്യാനുള്ള സ്വഭാവം. നമുക്ക് നേട്ടങ്ങളുണ്ട്, പോരായ്മകളുണ്ട്. ഞാൻ നേട്ടങ്ങൾ മാത്രമുള്ള സൊസൈറ്റി ആണെന്നൊന്നും ഒരു സൊസൈറ്റിയും പറയില്ല. അതിനകത്ത് നിന്നുകൊണ്ട് നമ്മുടെ പൂർവികർ ചെയ്ത പ്രവർത്തനങ്ങൾ, 100 വർഷം മുമ്പ് സ്വാമി വിവേകാനന്ദൻ പ്രാന്താലയം എന്ന് പറഞ്ഞ ഒരു സ്ഥലം, ദേശീയ വരുമാനത്തെക്കാളും പകുതി അല്ലെങ്കിൽ 3/4 ഭാഗം മാത്രം ഉണ്ടായിരുന്ന സ്ഥലം, ഇത്രയും മാറിയത് കേരളത്തിലെ ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടാണ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അത് വലിയ പങ്കുണ്ട്. ഭൂമി സ്വന്തമായിട്ട് കുടിയടപ്പിൻ്റെ അവകാശം മുതൽ വിദ്യാഭ്യാസ അവകാശം വരെ കിട്ടിയൊരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ ഉണ്ടായി വന്നൊരു സ്ഥലമാണ്. ആ സ്ഥലത്തെ സംബന്ധിച്ച് ഇവർ നടത്തുന്ന പ്രചരണങ്ങൾക്ക് വലിയ അടിസ്ഥാനമില്ലെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ രീതി അല്ലത്, ആ രീതി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയും BJPയുടെയും പൊളിറ്റിക്സ് നമ്മൾ ഈ പറയുന്ന പോലെ അവർക്ക് മനസ്സിലാവില്ല. ഞാനതാ പറഞ്ഞത്, സോഷ്യൽ വെൽഫെയറിൽ അധിഷ്ഠിതമായി എന്ന് പറയുമ്പം മനുഷ്യ കേന്ദ്രീകൃതമായിട്ടാണ്. ഓരോ മനുഷ്യനെയും സംരക്ഷിക്കാതെ ഡെവലപ്മെൻറ്റ് വന്നിട്ട് എന്താ കാര്യം? ഇന്ത്യയിൽ വലിയ ശതകോടീശ്വരന്മാരെന്ന് പറഞ്ഞാൽ വളരെ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നന്മാർ ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. ഇന്ത്യ ചെറിയ രാജ്യമൊന്നുമല്ല. ജനസംഖ്യ കൊണ്ട് ലോകത്തിൻ്റെ 1ാമത്തെ ജനസംഖ്യ ആവുന്ന തരത്തിലേക്ക് ചൈനയും നമ്മളുമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്നൊരു രാജ്യത്ത് വലിയ മാർക്കറ്റും ലോക മാർക്കറ്റിൻ്റെ കൺട്രോളും ഒക്കെ ഉള്ള തരത്തിലേക്കുള്ള ബിസിനസ്സുകളുണ്ട്. ആ പണമൊക്കെ ഉണ്ടപ്പോൾ തന്നെ ഇവിടെ സാധാരണക്കാരന് ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥയല്ല ഉണ്ടാവേണ്ടത്. അങ്ങനെ അവസ്ഥയുണ്ട്. അവിടെയാണ് നമ്മുടെ തമ്മിലുള്ള വ്യത്യാസം. അവരുടെ പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഡെവലപ്മെൻറ്റ് പരിപ്രേക്ഷ്യവും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്നതായിരിക്കണം. മഹാത്മാഗാന്ധി മുതൽ എല്ലാ ലോക മതാചാര്യന്മാരും പഴയ നമ്മൾ പഠിക്കുന്ന എല്ലാ മതഗ്രന്ഥങ്ങളിലും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് എന്താ, ഏറ്റവും ദരിദ്രനായ ഏറ്റവും പാവപ്പെട്ടവന് വരെ ജീവിതത്തിന് സൗകര്യം കൊടുക്കുക എന്നുള്ളതാണ് എല്ലാ മതവിശ്വാസത്തിൻ്റെ ഉൾപ്പെടെ പ്രവചനങ്ങളിലും അവരുടെ പ്രസംഗങ്ങളിലും അവരുടെ പഠനങ്ങളിലും ഉള്ളത്, അവർ പഠിപ്പിക്കുന്നത്. ഇവിടെ അത് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. ഏറ്റവും സാധാരണക്കാരൻ്റെ വരെ ജീവിതം മെച്ചമായിരിക്കണം, അല്ലെങ്കിൽ ഇതുകൊണ്ട് കാര്യമില്ല. അതിൻ്റെ പ്രവർത്തനമാണ് നടക്കുന്നത്. ആ പ്രവർത്തനം ജീവിതത്തിൽ നമ്മൾ നേരിട്ട് കാണുവാണ്. എന്തെല്ലാം കപട പ്രചരണങ്ങൾ നടത്തിയാലും നേരിട്ട് ഇത് അനുഭവിക്കുന്ന ജനങ്ങൾക്കറിയാം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ മിനിസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഗുജറാത്തിലെ സാനന്ദ് എന്ന് പറയുന്ന സ്ഥലത്ത് മൈക്രോൺ എന്ന് പറയുന്ന സെമി കണ്ടക്ടർ ജയൻറ്റിൻ്റെ ഒരു വലിയ പ്രോജക്റ്റ്, അത് ഏതാണ്ട് $2.75 ബില്യൺ ഒരു പദ്ധതിയാണ്. ഇൻ്റർനാഷണലായ നിക്ഷേപമാണ്. അതെ, പക്ഷേ അവിടെ $2 ബില്യൺ എന്ന് പറയുന്നത് കേന്ദ്രം കൊടുക്കുന്ന സബ്സിഡിയാണ്. അപ്പോൾ അതിലൂടെ ഉണ്ടാക്കുമെന്ന് പറയുന്നത് ഏതാണ്ട് 5000 തൊഴിലുകളാണ്. അപ്പോൾ 5000 തൊഴിലുകളെന്ന് വെച്ച് നമ്മൾ ഇത് ഹരിച്ച് നോക്കിയാൽ ഒരു തൊഴിലിന് വേണ്ടി നമ്മൾ ഏതാണ്ട് 3.2 കോടി രൂപ കേന്ദ്ര സബ്സിഡി കൊടുക്കുന്നു. ഈ തരത്തിലുള്ള ഒരു വികസന മാതൃക കേരളവും പിന്തുടരണം എന്ന ഒരു നിലപാടാണ് കേന്ദ്രത്തിനുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലാണ് തൊഴിൽ നിർമ്മിക്കപ്പെടേണ്ടത് എന്നൊരു നയമാണ് അവർക്കുള്ളതെങ്കിൽ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് മാത്രം അതിൽ വിയോജിച്ച് നിൽക്കാൻ കഴിയുമോ? അതിനകത്ത് അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇപ്പോൾ പറഞ്ഞത് സെമി കണ്ടക്ടറിൻ്റെ കാര്യമാണ്.
സെമി കണ്ടക്ടറിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഫാബ് ലാബ് വളരെ കോസ്റ്റ്ലിയാണ്. നമ്മുടെ ഈ ചിപ്പും ഒക്കെ മേക്കിങ്ങിനുള്ള ഫാബുകൾ വളരെ കോസ്റ്റ്ലിയാണ്. അതിന് നല്ല ലാൻഡ് വേണം, വെള്ളം വേണം, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പ്രധാനം. ഇപ്പോൾ ഗുജറാത്തിൽ വന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു 10-15 കോടി രൂപ ദീർഘാടിസ്ഥാനത്തിൽ ഗവൺമെൻറ് സബ്സിഡിയാണ്. ആ സബ്സിഡി കേരളത്തിലും കൊടുക്കാമല്ലോ, കേരളത്തിൽ ഇതേ സാധനങ്ങൾ ചെയ്യാമല്ലോ. അവിടെ പരമാവധി സ്ഥാപനങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രയോറിറ്റിയാണ്. ഇന്ത്യയിൽ ആകെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരേണ്ട കാര്യങ്ങളാണ്. മറുവശത്ത് ഞാനൊരു കാര്യം പറയാം. കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് ഒരു 2 മാസം മുമ്പ് ഒരു ട്വീറ്റ് ചെയ്തിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന, ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സെമി കണ്ടക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നത് കേരളത്തിലാണ്. കേരളത്തിൽ വലിയ തുകയൊന്നുമല്ല ഈ ഇത് നോക്കുമ്പം. പക്ഷേ ഇന്ത്യയിലെ ഒരു കമ്പനി സോഹോ കോർപ്പറേഷൻ, നിങ്ങൾക്കറിയാം, ശ്രീധർ വെമ്പുവിൻ്റെ നേതൃത്വത്തിലുള്ള അവർ 3 പേര് തുടങ്ങിയതാണ്. ഇത് കൊട്ടാരക്കര ഇപ്പോൾ ഉണ്ട്, അവരുടെ ഈ കേരളത്തിലെ അവർക്കുണ്ട്. അപ്പോൾ അവർ കൊട്ടാരക്കര ക്യാമ്പസ് വെച്ച് തന്നെയാണ് ഒരു പിന്നെ ജ്യോതിഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അവർ 3 പേര് ചേർന്ന് തുടങ്ങിയ ഒരു സെമി കണ്ടക്ടർ, നേത്ര സെമി എന്ന് പറയും. അതിനകത്ത് കുറച്ച് ക്യാപിറ്റൽ ഇൻഫ്യൂസ് ചെയ്തു, 117 കോടി മറ്റുമാണ്. അപ്പോൾ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ സെമി കണ്ടക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നേക്കുന്നത് ഇപ്പോഴാണ്. ഗുജറാത്തിലെല്ലാം പറയുമ്പോൾ അത് ഇന്ത്യൻ സാധനമായിട്ടല്ല വന്നേക്കുന്നത്, ഇന്ത്യ നടക്കുന്ന റിസർച്ചാണ്. ഈ സെമി കണ്ടക്ടർ റിസർച്ച് ഒത്തിരി ടൈം കൺസ്യൂമിംഗ് ആണ്. അത് വന്നതാണ്. അത് കേരളത്തിലെ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പാണല്ലോ ചെയ്തത്. കേരളത്തിലെ ഒരു ഇൻവെസ്റ്ററാണല്ലോ, കേരളത്തിലെ ഒരു റിസർച്ചറാണല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടെന്നുള്ളതാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ ഇവിടെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഈ ഗുജറാത്തിൽ ചെയ്ത പോലെ വേറെ സ്ഥലത്ത് ചെയ്ത പോലെ ഇവിടെ ചെയ്യാം. ഭുജ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഭൂമികുലുക്കം മുഴുവൻ തകർന്ന ഭുജിലൊക്കെ ഇപ്പോൾ വന്നേക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കര വലുതാണ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ എങ്ങനെ വരുന്നത്? ഗവൺമെൻറ്റുകൾ ചെയ്യുന്നതാണ്. ഗവൺമെൻറ്റുകളുടെ മുൻകൈയിലാണ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്. കേന്ദ്ര ഗവൺമെൻറ്റാണ് മെയിൻലി. കേരളത്തിൽ ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ വരുന്നുണ്ട്. കുറച്ച് ഭയങ്കര പൊള്യൂട്ടിങ് ഇൻഡസ്ട്രി നമ്മൾ അധികം പ്രൊമോട്ട് ചെയ്യുന്നില്ല. നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ലേ? നിങ്ങൾ വായിക്കുന്നുണ്ടല്ലോ, 15 കോടിയുടെ കാർ മേടിച്ചിട്ട് ഇത്ര കോടിയുടെ പിന്നെ നമ്പറിന് പൈസ കൊടുത്തു ഇന്ന കമ്പനി എന്ന് പറഞ്ഞാൽ അത്രയും വരുമാനമുള്ള കമ്പനികൾ കേരളത്തിലും ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. നമ്മുടെ ടെക്നോ പാർക്ക്, IT പാർക്ക്, ടെക്നോ പാർക്കായാലും പിന്നെ സൈബറോ അല്ലെങ്കിൽ പിന്നെ കോഴിക്കോട് പാർക്കായാലും ഇൻഫോ പാർക്ക് കൊച്ചി ആയാലും ഒക്കെ ആ മേഖല തന്നെ. അല്ലാതെ ധാരാളം ഇൻഡസ്ട്രീസ് വരുന്നുണ്ട്. ഇതിനകത്ത് നമ്മുടെ ഇവിടെ അതിനൊന്നും അവസരത്തിന് കുറവേ ഇല്ല. പക്ഷേ കേന്ദ്രത്തിൻ്റെ വലിയ പദ്ധതികൾ, നമുക്ക് തുടങ്ങി വെച്ച പദ്ധതികൾ പോലും അവർ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. ഇപ്പം പിന്നെ പാലക്കാട് VS ഗവൺമെൻറ്റിൻ്റെ സമയത്ത് തന്നെ സ്ഥലം കൊടുത്താണ് കോച്ച് ഫാക്ടറിക്ക്. ഒന്നും ചെയ്തില്ലല്ലോ. സ്ഥലം 450-500 ഏക്കർ കൊടുത്തത്, ആ സ്ഥലം ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, അത് നമുക്ക് ഉപയോഗിക്കാൻ തരുന്നില്ല. നമ്മൾ കൊടുത്താണ്. ഇപ്പോഴാണെങ്കിൽ വന്ദേ ഭാരത് പോലുള്ള വണ്ടികൾ അത് ഓടുമ്പോഴും ഏറ്റവും കൂടുതൽ ആൾ കയറുന്നൊരു സ്ഥലം കേരളമാണല്ലോ. 3ാമത്തെ വണ്ടി വന്നു, അതിനകത്തും നിറച്ചാളാണ്. അങ്ങനെയുള്ള കോച്ചൊക്കെ ഉണ്ടാക്കാം. ഇവിടെ തുടങ്ങിയ യൂണിറ്റുകളിൽ പോലും പ്രവർത്തിക്കുന്നില്ല. മറ്റേതുമായിട്ട് എന്താ കാര്യം? അവർ ഇവിടെ ലാൻഡും കൊടുക്കുന്നു, ഈ സാധനം എല്ലാം കൊടുക്കുന്നു. അത് തുടങ്ങാനായിട്ട് എല്ലാ സ്ഥലത്തെയും ഇക്വിറ്റബിളെ കാണുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട് ഇപ്പോൾ ഈ ഗുജറാത്തിലെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് പറയുമ്പം. അപ്പോൾ ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഈ മേഖലയിലുള്ള ആളുകളുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും വലിയ റിസർച്ച് നടക്കുന്ന കമ്പനി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്ന കമ്പനി ഇവിടെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടെ പ്രൊമോഷനും കുറച്ചുകൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതാണ് പ്രശ്നം. ഇതൊന്നും ചെയ്യാഞ്ഞിട്ടും ഒരു ഫണ്ട് പോലും കിട്ടാഞ്ഞിട്ടും ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം, ലോകത്തെ ഏറ്റവും വലിയ 10-15 തുറമുഖങ്ങളിലൊന്ന് വിഴിഞ്ഞത്ത് നമ്മൾ തന്നെയാണ്. സംസ്ഥാന ഗവൺമെൻറ് സ്വന്തം ഷോൾഡറിലാണത്. ഈ ബുദ്ധിമുട്ടിടയിൽ ധനകാര്യ വകുപ്പ് ഉൾപ്പെടെ അത്രയും കാര്യങ്ങൾ കണ്ടെത്തി നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും അതിശക്തമായ നിലപാടെടുത്തിട്ടാണല്ലോ വിഴിഞ്ഞം വന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നുണ്ട് ഈ പരിമിതിക്കിടയിൽ, അവരുടെ ഈ വലിയ ഒരു ചിറ്റമ്മ നയത്തിനിടയിലും. സത്യത്തിൽ അതാണ് വേറൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇടതുപക്ഷ സാമ്പത്തിക നയം, മനുഷ്യ കേന്ദ്രീകൃതമായ വികസനം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന പെൻഷൻ പദ്ധതികളിലും മറ്റു കാര്യങ്ങളിലും മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ പ്രത്യേകിച്ചും പിണറായി വിജയൻ സർക്കാരിൻ്റെ ഈ 2 ടേം നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ വലിയ തോതിലുള്ള പ്രോജക്റ്റുകളുടെ വൻകിട പ്രോജക്റ്റുകൾ ഒരു സ്ഥലത്ത് പാരലലായി നടക്കുന്നുണ്ട്. അപ്പം ആ സ്ഥലത്ത് മൂലധനത്തിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്വകാര്യ മൂലധനത്തോട് സന്ധി ചെയ്യുന്നു, നവലിബറൽ നയങ്ങൾ നടപ്പാക്കുന്നു, ഇടത് പക്ഷത്തിന് വലിയ തോതിൽ വലത് വ്യതിയാനം സംഭവിക്കുന്നു. ഈ തരത്തിലുള്ള ഒരു ആക്ഷേപവും കൂടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുക? ഈ എപ്പോഴും തൊഴിലുണ്ടാവുകയും വരുമാനം ഉണ്ടാവുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ ആളുകൾക്ക് അതിൻ്റെ പണം വരികയും അത് പുനർവിതരണം ചെയ്യപ്പെടുകയും കൂടുതൽ മാർക്കറ്റ് സജീവമാവുകയും ചെയ്യത്തുള്ളൂ.
മാർക്കറ്റ് എക്കണോമി തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് അല്ല, സമീപനമല്ല ഞങ്ങളെ. അതിപ്പോൾ ലോകത്തെ ഏറ്റവും പ്രശസ്തമായ സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ തന്നെ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം മാർക്കറ്റ് എക്കണോമിയുടെ പ്രാധാന്യവും തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോൾ ചൈനയിൽ ഏറ്റവും കൂടുതൽ കമ്പനികൾ വർക്ക് ചെയ്യാൻ പോകുന്നു അവിടെയുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. അവർ വെറും സ്ക്രൂ ഡ്രൈവർ ടെക്നോളജി അല്ല, അവർ ടെൽസ കമ്പനിയുടെ ഇപ്പോഴത്തെ സെയിൽസിനേക്കാളും കൂടുതൽ പിന്നെ അവരുടെ ഇലക്ട്രിക് കാറാണ് ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ വിറ്റതെന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പോൾ അവർ പിന്നെ ടെക്നോളജി മേഖലയിലെ ഹെവി ഇൻഡസ്ട്രീസിലായാലും ഈവൻ എയർലൈൻസ് ഇപ്പം എയർക്രാഫ്റ്റ് ഇപ്പോൾ അവരുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുകയും മാർക്കറ്റും നോക്കി തന്നെ ചെയ്യുന്ന എക്കണോമികളുണ്ട്. അതുകൊണ്ട് ഈവൻ ചൈനയോ വിയറ്റ്നാമോ പോലുള്ള രാജ്യങ്ങൾ പോലും മാർക്കറ്റിനെയും പൊതു ലോക കമ്പോളത്തെയും കാണാതല്ല ചെയ്യുന്നത്. ഇനി കേരളത്തിൻ്റെ കാര്യം എടുക്കാം. കേരളത്തിൽ 1957 ഒന്നാമത്തെ മന്ത്രിസഭയുടെ കാലത്ത് ആണല്ലോ പ്രധാനപ്പെട്ട പല സ്വകാര്യ കമ്പനികളും വന്നത്. മാവൂർ ഗോളിയർ റൈൻസ്, എനിക്കൊന്ന് തോഷിബ ആനന്ദ് പോലുള്ള കമ്പനികളൊക്കെ അത്തരം ആ ഗവൺമെൻറ്റുകളുടെ കാഴ്ചപ്പാടെന്താ ആ സമയത്ത് ഒന്നാണ്. അത്ഭുതകരമായൊരു കാര്യം ഞാൻ പറയട്ടെ. ഓയിൽ പാം എന്ന് പറഞ്ഞൊരു എസ്റ്റേറ്റ് ഉണ്ട്, കൊല്ലം ജില്ലയിലാണ്. 57 ഗവൺമെൻറ് കാലത്ത് അത് ആലോചിച്ച്. ഇപ്പോഴായാലും നമ്മൾ സംശയിക്കുക അത് കൊണ്ടുവരാവോ ഓയിൽ പാം. കേരളത്തിൽ ആവശ്യത്തിന് എണ്ണ ഇല്ല, തേങ്ങായും വെളിച്ചെണ്ണയാണുള്ളത്, നമുക്ക് ഭക്ഷ്യ എണ്ണ കൂടുതൽ വേണം. അപ്പോൾ നമുക്ക് നല്ല ഫോറസ്റ്റ് ഉണ്ട്. അപ്പോൾ ഓയിൽ പാം പ്ലാന്റേഷൻ 57 ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ ഈ കാഴ്ചപ്പാടുകൾ വളരെ പ്രധാനമാണ്. ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കി കാഴ്ചപ്പാടെടുക്കുന്നത് ഇടതുപക്ഷമാണ് എവിടെയും. അപ്പോൾ ഇവിടെ ഞങ്ങൾ ചെയ്ത അടിസ്ഥാന സൗകര്യ വികസനം ഇല്ലെങ്കിൽ എങ്ങനെയാണ് കേരളം മുന്നോട്ട് വരിക? നേരത്തെ പറയുന്നത് എന്താ, ഇവർ വികസന വിരുദ്ധരാണെന്നാണ്. ഇപ്പം പറയുന്നത് വികസനം വൻകിട കമ്പനികളുമായിട്ട് ചേർന്ന് ചെയ്യുന്നു. വൻകിട കമ്പനികൾ വന്നോട്ടെ, അവർ ചെയ്തോട്ടെ, നാട്ടിലെ നിയമം അനുസരിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. കൊള്ളയടിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ചല്ലേ കേരളത്തിൽ പ്രവർത്തിക്കാൻ പറ്റൂ. ഇനി ഈ ഗവൺമെൻറ് അല്ല ഏതൊരു ഗവൺമെൻറ് ആയാലും ഇന്ത്യയിലെ ഭരണഘടനയ്ക്കകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന തരത്തിലേക്കുള്ള എല്ലാ സുരക്ഷാ കാര്യങ്ങളും മാനദണ്ഡങ്ങളും വെച്ച് തന്നെയാണ് ഇടതുപക്ഷം ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ വലിയ കമ്പനി വന്നു കഴിഞ്ഞാൽ കൂടുതൽ തൊഴിലവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ തൊഴിൽ കിട്ടും. നാടിനെ നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള കരാറുകൾ നമ്മൾ ഏർപ്പെടത്തില്ല. വ്യവസായം വേണം, ലോകത്തെവിടെയും വ്യവസായമുണ്ട്. ഇത് നല്ലപോലെ കാര്യങ്ങൾ വരുമ്പോൾ മൂക്ക് മുറിച്ച് ശകലം മുടക്കുന്നു എന്ന് പറയുന്ന ന്യായങ്ങളാണ് UDFും BJPയും നടത്തുന്നത്. യാതൊരു അടിസ്ഥാനമില്ല. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം ഇടതുപക്ഷ ഗവൺമെൻറ് വന്നില്ലായിരുന്നെങ്കിൽ, പിണറായി സർക്കാർ സർക്കാരും രണ്ടാം സർക്കാരും വന്നില്ലായിരുന്നെങ്കിൽ അതിങ്ങനെ പൂർത്തിയാകുമായിരുന്നില്ല. ഇതിൻ്റെ ആശയം നേരത്തെ നയനാർ ഗവൺമെൻറ്റിൻ്റെ സമയത്തും പിന്നീട് VS ഗവൺമെൻറ്റിൻ്റെ സമയത്തും ഒരു ഘട്ടം വരെ മുന്നോട്ട് പോയതാണ്. അന്ന് കേന്ദ്ര ഗവൺമെൻറ്റാണ് തടസ്സം ഉണ്ടാക്കിയത്. ആൻ്റണി ആയിരുന്നു പ്രതിരോധ മന്ത്രി, UP ആയിരുന്നു കേന്ദ്ര ഗവൺമെൻറ്. അന്ന് അതിന് സാങ്ഷൻ തന്നിരുന്നെങ്കിൽ ഇത് 10 വർഷം മുമ്പേ വന്നേനെ. അന്നത് കിട്ടിയില്ല. ഇത് ചരിത്രമാണ്. ഇപ്പോൾ ഇതിന് പണം തരത്തില്ല, വയബിലിറ്റി ഗ്യാപ്പില്ല. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തരാതിരുന്നിട്ട് പോലും ആദ്യമായിട്ടാണ് ഇങ്ങനെ തരാതിരിക്കുന്നത്. ആ തരാതിരിക്കുന്ന സമയത്ത് തന്നെ പോർട്ട് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ വീണ്ടും ചർച്ച നടക്കുക. അപ്പോൾ ലോകത്തെ വലിയ തുറമുഖം എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാ ബിഗ് എക്കണോമീസും എല്ലാ ബിഗ് സിറ്റീസും ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സും വലിയ പോർട്ടുകളുടെ ചുറ്റുമാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ആ വലിയ പോർട്ട് 3 ലക്ഷം ടണ്ണ് കയറ്റാവുന്ന കപ്പലാണ് ഏറ്റവും വലിയ കപ്പൽ ലോകത്തെ. ആ കപ്പലെടുക്കുന്ന തുറമുഖമാണ് വിഴിഞ്ഞം. ആ വിഴിഞ്ഞം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുപാടും ധാരാളം ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. ആ ഡെവലപ്മെൻറ്റിൽ നിന്നുണ്ടാകുന്ന വരുമാനമാണല്ലോ സർക്കാരിലേക്ക് അതിൻ്റെ ടാക്സും മറ്റും വരിക. സാധാരണക്കാർക്ക് പണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ എക്കണോമി ചലിച്ച് കൃഷി നടക്കാതെ, മറ്റ് ചെറിയ ഇൻഡസ്ട്രിയും വലിയ ഇൻഡസ്ട്രിയും നടക്കാതെ, കമ്പോളം വലുതാവാതെ, ടാക്സ് വരാതെ സർക്കാരുകളുടെ കയ്യിൽ പണം കാണുമോ? ഈ സാധാരണക്കാർക്ക് പണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുകയല്ലല്ലോ, സ്വർണം കുഴിച്ചെടുക്കാനില്ലല്ലോ. അപ്പോൾ എക്കണോമി ചലിക്കുക, വലിയ തോതിൽ ജോലി അവസരങ്ങൾ വരിക, ഇതെല്ലാ മേഖലയിലും കാണാം നമ്മുടെ കാഴ്ചപ്പാടിൽ. റബ്ബറിന് 200 രൂപയാക്കി ഇപ്പോൾ തറവില, വലിയൊരു ജമ്പ. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഞാൻ ധനകാര്യ മന്ത്രിയായി വന്ന രണ്ടാം പിണറായി സർക്കാരിൻ്റെ സമയത്താണ് എഫക്റ്റീവ്ലി 50 രൂപ കൂടിയത്. 170 രൂപ ആക്കിയത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ ലാസ്റ്റ് ബഡ്ജറ്റിലാണ്. കൊടുത്തു തുടങ്ങിയത് ഏപ്രിലാണ്. 50 രൂപ റബ്ബറിന് കൂടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ കൃഷിക്കാർ ടാപ്പിംഗ് നിർത്തിയവർ തുടങ്ങും. അപ്പോൾ ഒരു 10, 2000, 5000 കോടി എക്കണോമി സജീവമായി കഴിഞ്ഞാൽ അതിൻ്റെ പല മടങ്ങ് അതിൻ്റെ എഫക്റ്റ് കമ്പോളത്തുണ്ടാവും. നെല്ലിന് 30 രൂപയാക്കി, അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. ഈ പറഞ്ഞ സാധാരണക്കാർക്ക് കൊടുക്കുന്ന പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ, അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. പക്ഷേ ഈ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം സൈഡിൽ ഇങ്ങനെ എഫക്റ്റ് ഉണ്ടാവുമെങ്കിലും ബേസിക്കായിട്ട് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറും ഫാക്ടറി അല്ലെങ്കിൽ നിർമ്മാണ സംവിധാനങ്ങളൊക്കെ വന്നെങ്കിൽ മാത്രമേ, അടിസ്ഥാന കാര്യങ്ങൾ വന്നാൽ മാത്രമേ നമുക്ക് ഡെവലപ്മെൻറ്റ് കൂടുതൽ വരുള്ളൂ. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും ഇനി ഇവിടെ വന്ന് ജോലി ചെയ്യുമെന്ന് ഞാനിപ്പോൾ പറഞ്ഞാൽ നിങ്ങളത് അത്ഭുതമാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഞാനെന്തോ ഒരു സ്വപ്നം പറയണമെന്ന് വിചാരിക്കും. മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്ന് അത്ഭുതപ്പെട്ട ആളുകൾ ഇപ്പോൾ 10,000, 5,000 കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ട്. ഇനിയും നമ്മുടെ കാഴ്ചപ്പാട് ഇവിടുത്തെ മെഡിക്കൽ, അതുപോലെ ഹെൽത്തും എഡ്യൂക്കേഷനും. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ് സീറ്റ് കാലി കിടപ്പുണ്ട്. ഞാൻ നേരത്തെ പറയുന്നതാണ്, നമ്മുടെ എൻട്രൻസ് ടെസ്റ്റിനകത്ത് ചില നിയന്ത്രണങ്ങളുണ്ട്. അതായത് ഇവിടെ ഉള്ളവർക്കാണ് ഇത് കിട്ടുക. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലും നമ്മുടെ പ്രൊഫഷണൽ കോളേജിലും നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും നല്ല ഒന്നാം തരം അധ്യാപകരുണ്ടല്ലോ. ഇന്ത്യയിലെല്ലാം
പേരുകേട്ട അധ്യാപകരാണ് നമ്മുടെ. നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ വില്ലേജുകളിൽ പോയാൽ, ചെറിയ പട്ടണങ്ങളിൽ പോയാൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ബ്രാക്കറ്റ് കേരള ടീച്ചേഴ്സ് എഴുതി വെച്ചേക്കുന്നതാണ്. ഞാൻ SFIയുടെ ഓൾ ഇന്ത്യ പ്രസിഡൻ്റായിട്ടും DYFIയുടെ പ്രസിഡൻ്റായിട്ടും ഇന്ത്യയിലാകെ സഞ്ചരിക്കുമ്പോൾ അത്ഭുതകരമായ സന്തോഷകരമായ കാര്യം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നല്ല അധ്യാപകരും നല്ല സിലബസും ആണെങ്കിൽ നമുക്ക് കൂടുതൽ കുട്ടികളെ കിട്ടണമല്ലോ. അപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കുട്ടികൾ വരാം, മറ്റ് നമ്മുടെ പ്രൊഫഷണൽ കോളേജിൽ കുട്ടികൾ ചേരാം. അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ ഹബ് വിദേശത്ത് നിന്ന് ഉൾപ്പെടെയുള്ള ആളുകൾ വരും. അടുത്തൊരു 5 വർഷത്തിനിടയിൽ കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാകുമ്പോൾ നമ്മുടെ സർവകലാശാലകളിൽ ഇൻ്റർനാഷണൽ കുട്ടികൾക്ക് വരെ അവർക്കുൾപ്പെടെയുള്ള ഹോസ്റ്റലുകൾക്ക് നമ്മൾ ഫണ്ട് വെച്ചിട്ടുണ്ട്. എല്ലാ മെയിൻ സർവകലാശാലയിലും വരും, പുറത്തുനിന്നുള്ള കുട്ടികൾ വരും. പുറത്തുനിന്നുള്ള ആളുകൾ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇവിടേക്ക് വരും. ഇത്ര നല്ല ചിലവ് കുറഞ്ഞ കേപ്പബിൾ ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് നമ്മുടെ എന്നുള്ളത് പൊതുവിൽ അംഗീകരിക്കുന്നുണ്ടല്ലോ. പുറത്തുനിന്നുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആളുകൾ വരും. ഈ 2 മേഖലയെ വലിയ പ്രയോറിറ്റി കൊടുക്കണമെന്നാണ് ഗവൺമെൻറ് ആലോചിച്ചിട്ടുള്ളത്. അതിൻ്റെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം ടൂറിസം ഞാൻ പറയേണ്ട കാര്യമില്ല. ടൂറിസം പോലെ വെൽനസ് ട്രീറ്റ്മെൻറ്റ്, ആയുർവേദം, ഇത് ഞാൻ പറഞ്ഞു മെഡിസിനിൽ തന്നെ വേറെ രംഗമാണ്. ഇതുപോലുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ വലിയ സാധ്യതയാണെന്ന് മാത്രമല്ല, നമ്മുടെ മറ്റു പല രാജ്യങ്ങളും പ്രത്യേകിച്ച് അമേരിക്ക ഇപ്പോൾ ചെയ്ത അധികപ്പറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ലോകത്തെ ഭീഷണിപ്പെടുത്തിയതിൻ്റെ ഒരു റിസൾട്ട് എന്താ? ഇന്ത്യക്കാരവിടെ പൊക്കോളുക, മറ്റ് സ്റ്റേറ്റുകാർ പോവുക എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ കാര്യമൊക്കെ ചെയ്യണം, ഇവിടെ നല്ല ഡെവലപ്മെൻറ്റ് ഉണ്ടെന്നുകൂടെ ആളുകൾ മനസ്സിലാക്കി. ഇവിടെ നിന്നാൽ ലോകത്തെ ബിസിനസ് ചെയ്യാൻ പറ്റും, ഇവിടെ തന്നെ റിസർച്ച് ചെയ്യാൻ പറ്റും, ഇവിടെ തന്നെ സൗകര്യങ്ങൾ വന്നാൽ ഇവിടെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വലിയൊരു സെറ്റ് ആളുകൾ കേരളത്തിൽ തന്നെ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. പുതിയ തലമുറ ചെറുപ്പക്കാർ, ഞാൻ പറയുന്ന അവർ ലോകത്ത് എവിടെയും പോയി കണ്ടോട്ടെ, അവരുടെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ലോകത്തെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് കേരളം, അതിവിടെ ചെയ്യാം. അപ്പോൾ ഈ തരത്തിൽ കേരളത്തിന് വലിയൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്ന ഒരു ഘട്ടമാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ ആ ചേഞ്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ, ഈ ഇൻഫ്രാസ്ട്രക്ചറും ബാക്കി കാര്യങ്ങളും ഒക്കെ അതിന് സഹായിക്കും. അത് വളരെ പ്രധാനമാണ്. അതിന് പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഭാവിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇതുപോലെ സൗകര്യങ്ങൾ വേണം. നമ്മുടെ പൂർവികർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്തു വരാൻ പറ്റിയത്. അതിന് കേരളത്തിൽ സംയുക്തമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുക, അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം. ഞാൻ പറഞ്ഞത്, ഈ ഡെവലപ്മെൻറ്റിൻ്റെയും ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയും കമ്പനികളും സ്ഥാപനങ്ങളും വന്നില്ലെങ്കിൽ ഇൻകം ഉണ്ടാവില്ല. ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ വളരെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് കൂടി അത് എത്തിച്ചു കൊടുക്കാൻ പറ്റൂ. ഞങ്ങൾ ഈ ഉള്ളത് വെച്ച് തന്നെ, ഉള്ള കഞ്ഞി വെച്ച് ഞങ്ങളുടെ കുറച്ച് അരിയുണ്ട്, അത് വേണമെങ്കിൽ കഞ്ഞിവെള്ളമൊക്കെ തരാം. അല്ല, കുറച്ചുകൂടെ സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ കുറച്ചുകൂടെ സുഭിക്ഷമായിട്ട് ആളുകൾക്ക് കൊടുക്കാം. അതാ ഗവൺമെൻറ്റിൻ്റെ ആ ഡെവലപ്മെൻറ്റിൻ്റെ കാഴ്ചപ്പാട്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ തുടരുന്ന ഇതേ നയം അവർ മുമ്പോട്ട് തുടരുന്നു എന്ന് കരുതുക. അതേപോലെ തന്നെ ഇടതുപക്ഷം ഇപ്പം നിലവിൽ കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ മനുഷ്യ കേന്ദ്രീകൃതമായ വികസനത്തിൻ്റെ അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ പദ്ധതികൾ ഇനി വാദത്തിനാണെങ്കിലും ഒരു പുതിയ സർക്കാർ വരുമ്പോൾ ആ സർക്കാരിന് അത് തുടരാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇപ്പോൾ EMS സർക്കാർ ഉണ്ടാക്കിയ ആദ്യത്തെ ആ പശ്ചാത്തലം തുടരേണ്ടതായിട്ട് പിന്നീട് എല്ലാ സർക്കാരുകൾക്കും സംബന്ധിച്ച് അവർക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തുടരണമെങ്കിൽ കേന്ദ്ര സർക്കാർ ഇതേ നയവുമായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ വേറൊരു സർക്കാർ വന്നാൽ അതെങ്ങനെ സാധ്യമാവും? അപ്പോൾ അവരുടെയും കൂടെ ഒരു പൊതുവായ പ്രശ്നമല്ലേ ഇത്? ആ തരത്തിൽ ആ പ്രശ്നത്തെ ആളുകളിൽ എത്തിക്കാൻ അതിൽ ഇടതുപക്ഷം പരാജയപ്പെടുന്നുണ്ടോ? ഇടതുപക്ഷം എല്ലാവരെയും കൂട്ടിച്ചേർത്ത് പോകാൻ തന്നെ ശ്രമിക്കുമെന്നാണ്. കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് പോയിട്ടുമുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ തരേണ്ട ഏറ്റവും എലിജിബിളായ, ഞാൻ പറഞ്ഞ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്ന, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും കളക്ട് ചെയ്യുന്ന ടാക്സാണ് അവർ വീതം വെക്കുന്നത്. എല്ലാ ആ സിറ്റി സെൻറ്ററിന് മാത്രമായിട്ടൊന്നും ഇല്ലല്ലോ, ജനങ്ങൾ ഓരോ സ്റ്റേറ്റിൽ നിന്നല്ലേ. അങ്ങനെ വിതരണം ചെയ്യുമ്പോൾ ഉള്ള കണക്കെന്താ? ഇപ്പോൾ 15ാം ധനകാര്യ കമ്മീഷൻ പറഞ്ഞത് ഇന്ത്യയിലെ ആകെ വരുമാനത്തിൻ്റെ 64% കേന്ദ്ര ഗവൺമെൻറ്റാണ് കിട്ടുന്നത്, അവർക്കാണ് കിട്ടുന്നത്. ബാക്കി സംസ്ഥാന ഗവൺമെൻറ്റുകൾ കിട്ടുന്നുള്ളൂ, എല്ലാ സ്റ്റേറ്റുമാണേ. ഇന്ത്യയിലെ ആകെ ചെലവിൻ്റെ ഏകദേശം 63 to 65% ചിലവാക്കേണ്ടി വരുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളാണ്. അപ്പം 2/3 ചിലവ് നമ്മൾ വഹിക്കണം, നമുക്ക് 1/3 വരുമാനമേ ഉള്ളൂ. സെൻട്രൽ ഗവൺമെൻറ്റിനോ 2/3 വരുമാനമുണ്ട്, അവർക്കാണ് 2/3 വരുമാന ഭാഗം കിട്ടുന്നത്, ചിലവാക്കേണ്ടത് 1/3 ഉള്ളൂ. ഇതൊരു ശരിയായ രീതിയല്ല. അതുകൊണ്ടാണ് ഇതിൽ നിന്ന് വരുമാനമൊക്കെ എടുത്ത് താഴോട്ട് വിതരണം ചെയ്യുന്ന നിയമങ്ങളുള്ളത്. ആ നിയമത്തിൽ കേരളത്തിന് 10ാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന 3.82% രൂപ, 100 രൂപ താഴോട്ട് കൊടുത്താൽ 3 രൂപ 82 പൈസ കേരളത്തിന് കിട്ടിയിരുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന 1 രൂപ 90 പൈസയാണ്. കഴിഞ്ഞ 5 ധനകാര്യ കമ്മീഷൻ വന്നപ്പോഴേക്ക് വന്ന കുറവ്, വലിയ വെട്ടിക്കുറവാണ്. ഈ 1 രൂപ 90 പൈസ എന്ന് പറഞ്ഞാൽ 92 പൈസ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം കിട്ടി 27,000 കോടിയാണ്. അപ്പോൾ 54 ഇതിൻ്റെ അത്രയും കൂടെ കിട്ടേണ്ടതായിരുന്നു, ഇല്ലാതാക്കി. പിന്നെ ബോറോയിങ്ങിൻ്റെ ഇപ്പോൾ കിഫ്ബി എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. കിഫ്ബി എടുത്ത കടം മൊത്തം നമ്മുടെ ബോറോയിങ് കൊണ്ടുവന്നു. ആ ബോറോയിങ്ങിൻ്റെ വെട്ടിക്കുറച്ചതും കൂടെ സഹിക്കേണ്ടി വന്ന സർക്കാരാണ് ഈ 2ാം പിണറായി സർക്കാർ. എന്നിട്ട് നമ്മൾ അവിടെ താഴോട്ട് പോയില്ല. അപ്പോൾ ഇവർ ഇപ്പോൾ ഈ പറയുന്നതിനെ പറ്റി പറഞ്ഞത് നമ്മൾ യോജിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്.
ഈ പ്രശ്നങ്ങളെല്ലാം കാണിച്ച് നമ്മൾ പ്രതിപക്ഷം ആയിട്ട് ചേർന്ന് തന്നെ സംയുക്തമായിട്ട് റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്. GST സംബന്ധിച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന വെട്ടിക്കുറവുണ്ടല്ലോ, അതുൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങൾ, കോൺഗ്രസ് ആണ് 13 സംസ്ഥാനം, ഞങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് സംയുക്തമായിട്ട് ആലോചന നടത്തുകയും ഇതിനകത്ത് പ്രത്യേകം അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും കേന്ദ്ര ഗവൺമെൻറ് അവരുടെ തീരുമാനം നടപ്പിലാക്കി, അത് വേറെ കാര്യം. സംസ്ഥാനത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന സെയിൽ ടാക്സ് എന്ന് പറയുന്ന സാധനം എടുത്തുകൊണ്ട് പോയി GST ആക്കി. ഒരു ധനകാര്യമന്ത്രിക്കും ഒരു സംസ്ഥാന ബഡ്ജറ്റിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാക്കി. അതിനൊക്കെ എതിരെ കളക്റ്റീവായിട്ട് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയം സാധാരണഗതിയിൽ പ്രതിപക്ഷത്തിന് കുറച്ച് കൂടുതൽ ഉണ്ടാവുമല്ലോ. ഡൽഹിയിൽ നടന്ന സമരത്തിൽ ഞങ്ങൾ ഡൽഹി സമരം നടത്തി, മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA മാരും പോയി. അതിന് പ്രതിപക്ഷം സഹകരിച്ചില്ല. അവർ ഇവിടുത്തെ രാഷ്ട്രീയം മാത്രം കണ്ടേ. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാർ പലരും വന്നിരുന്നു. ഫാറൂഖ് അബ്ദുള്ളയെ പോലുള്ള വളരെ സീനിയറായ ആളുകളെല്ലാം വന്നിരുന്നു. വളരെയേറെ അംഗീകാരം പിടിച്ചുപറ്റതാണ്. അതിനുശേഷം കർണാടകത്തിലെ മുഖ്യമന്ത്രി, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ സമരത്തിലേക്ക് പിന്നീട് സമരത്തിന് പോയി. ഞങ്ങൾ സുപ്രീം കോടതി പോയി, അല്ലാതെ കോംപ്രമൈസ് ചെയ്യല്ല. കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഏറ്റവും കൂടുതൽ ഐഡിയോളജിക്കൽ, വ്യക്തിപരമായിട്ട് മന്ത്രിമാരെ കണ്ടു കഴിഞ്ഞാൽ നല്ല പെരുമാറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത് അതൊരു വേറെ അഡ്മിനിസ്ട്രേറ്റീവ് കൾച്ചറാണ്. പക്ഷെ പൊളിറ്റിക്കലി ഞാൻ എന്താ ചെയ്യുന്നത്? പൊളിറ്റിക്കലി ഇവരുടെ നയം, അത് ഏത് നയമായാലും, അവരുടെ PM ശ്രീ പോലെ വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നയമായാലും, സംസ്ഥാനത്തിൻ്റെ എഡ്യൂക്കേഷനെ ബാധിക്കുന്നതായാലും എല്ലാം ഏറ്റവും ശക്തമായിട്ട് എതിർക്കുന്ന, സുപ്രീം കോടതി വരെ പോയിട്ട് ഇപ്പോൾ ഭരണഘടനാ ബെഞ്ചിന് മുന്നിൽ ഏത് സ്റ്റേറ്റിൻ്റെ കേസാണ് ഉള്ളത്? കേരളം കൊടുത്ത സ്റ്റേറ്റേ ഉള്ളൂ. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് അതിൻ്റെ എല്ലാ കാര്യം ചെയ്തത്. മുഖ്യമന്ത്രിയും പിന്നെ ധനകാര്യമന്ത്രി എന്നതിൽ ഞാനും മറ്റു മന്ത്രിമാരും എല്ലാം എപ്പോഴും നിരന്തരമായി ഈ സ്റ്റെപ്പ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഭരണഘടനാ ബെഞ്ചിൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്ന ഇടത്തിലേക്ക് സീരിയസ് ആയ കേസ് ഫിസിക്കൽ റിലേഷന്, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്, സമരം ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം സംസ്ഥാനത്ത് പിന്നെ പ്രതിപക്ഷത്തിന് സഹായം കിട്ടുന്നില്ല. പക്ഷേ ഇപ്പോൾ SIRൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നു. ഞങ്ങളെല്ലാ കാര്യത്തിനും ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കുകയും എല്ലാവരെയും സഹകരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അത് സ്റ്റേറ്റിൻ്റെ പ്രശ്നമാണ്. എന്നാൽ നമ്മുടെ ഒരു പ്രയോഗം ഉണ്ടല്ലോ, ഈ മോൻ ചത്താലും വേണ്ടില്ല എന്ന് പറയുന്ന, പിന്നെ മരുമോടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറയുന്ന ഒരു പഴയ പഴമൊഴി പോലെയാണ് പ്രതിപക്ഷം പലപ്പോഴും കാണുക. അത് അവർക്ക് അങ്ങനെ ചെയ്യുന്ന അവരുടെ സമീപനം. അങ്ങനെ ഒരു സമീപനം അല്ല ഇടതുപക്ഷത്തിൻ്റെ. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. നാഷണൽ ഹൈവേ വീതി എടുക്കുന്ന കാര്യം ചർച്ച ചെയ്തപ്പോൾ സാധാരണഗതി പ്രതിപക്ഷം ഒബ്ജക്റ്റ് ചെയ്തേ ഉള്ളൂ. അന്നത്തെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ വിളിച്ച യോഗത്തിൽ പറഞ്ഞു, ഞങ്ങൾ ഈ യോഗം പരമാവധി ഈ 4 വരിപ്പാതയോ 6 വരിപ്പാതയോ ആക്കാനുള്ള സ്ഥലം എടുക്കുന്നതിന് ഞങ്ങൾ കൂടെ നിൽക്കും. അങ്ങനെ പറഞ്ഞു. അല്ലാതെ ഞങ്ങൾ പ്രതിപക്ഷമാണെന്നുള്ളതുകൊണ്ട് അതിനെ തകർക്കാനല്ല നിന്നത്. പക്ഷേ UDF എപ്പോഴും ചെയ്തതെന്ന് പറഞ്ഞാൽ അതിനുശേഷം ഈ സ്ഥലം എടുക്കാൻ വന്നപ്പോൾ മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരും എത്രയോ സ്ഥലത്ത് വലിയ സമരങ്ങളായിരുന്നു. ഇപ്പോൾ ജനങ്ങൾക്ക് ആ സംശയം മാറിയെന്ന് മാത്രമല്ല, വലിയ സന്തോഷമായി. ആ സമീപനം എടുക്കുന്നവരാണ് അവർ. നമ്മളങ്ങനെ ഒരു സമീപനമല്ല എടുക്കുന്നതെന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ തന്നെയാണ് ശ്രമിക്കുന്നത് ഇന്ത്യയിലെ പാർട്ടികളെല്ലാം. കേന്ദ്രം ഇപ്പോൾ എടുക്കുന്ന സമീപനം ഇങ്ങനെ മുന്നോട്ട് പോയാൽ രാജ്യത്തിൻ്റെ ഒരു ഐക്യത്തിനും അഖണ്ഡതയ്ക്കും പരസ്പര ബന്ധത്തിനെയും ദുർബലപ്പെടുത്തും അത്. കാരണം ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിന് അർഹമായത് കിട്ടുന്നില്ല എന്ന തോന്നൽ കേരളത്തിനും, മഹാരാഷ്ട്രയ്ക്ക് കിട്ടുന്നില്ല എന്ന തോന്നൽ അവർക്കും. ഒറീസ, ഞാൻ പറഞ്ഞത് എക്കണോമിക്കലി കുറച്ച് മുന്നോട്ട് വന്നിട്ടുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിന് പൊതുവേ നമുക്ക് കിട്ടേണ്ടത് കിട്ടുന്നില്ല. കാരണം എന്താ, നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇനിയും പിന്നെ ഇവർ തരേണ്ട കാര്യമില്ല. നമുക്ക് നല്ല വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്. അവർ സ്കൂൾ കെട്ടാൻ പണം തരാം, സ്കൂളിന് കെട്ടാൻ വേണോ കേരളത്തിൽ? വേണ്ട. ആശുപത്രി, ഇത്ര നല്ല ആശുപത്രികളുണ്ട്. ഇതുപോലുള്ള കാര്യത്തിന് ക്രൈറ്റീരിയ വെച്ചിട്ട് അത് വേണമെങ്കിൽ തരൂ. നമ്മുടെ പ്രശ്നം അതിനേക്കാളും വലിയ പ്രശ്നമാണ്. പ്രായമേറെയുള്ളവർ ഇത്രയുള്ള സംസ്ഥാനം വേറെയില്ല. അപ്പോൾ ഇവരുടെ ഇഷ്യൂ നോക്കാൻ വേണ്ടി ഇപ്പോഴും അവിടെ തിയറി ആയിട്ടില്ല. നമുക്ക് വേണ്ടത് 10,000 കോടിയാണ്. ജീറിയാട്രിക് ഇഷ്യൂ ഉണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വ്യവസ്ഥാപിതമായ ഒരു പഴയ കൺവെൻഷണൽ രീതിയാണ് കേന്ദ്രം കാണുന്നത്. നമ്മൾ പറയുന്നത് ഫ്ലെക്സിബിലിറ്റി വേണം, സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് വ്യത്യാസം വേണം, എല്ലാം ഒറ്റ യാഡ്സ്റ്റിക് ആവും, ഡീസെൻട്രലൈസ്ഡ് ആയ ഒരു പ്ലാനിങ് അതില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു യോജിപ്പിനെ ദുർബലപ്പെടുത്താനാണ് BJP ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അതവർ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അപകടമാണ്. ഇപ്പോൾ കേരളം ചില പർട്ടിക്കുലർ വൾണറബിലിറ്റീസ് നേരിടുന്ന ഒരു സംസ്ഥാനമാണ്. ഒന്ന്, നമുക്ക് ഭൂമി താരതമ്യേന കുറവാണ്. ഇപ്പോൾ കോസ്റ്റ് ലൈൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കോസ്റ്റൽ റെഗുലേഷൻ സോൺ വരും. ഇപ്പുറത്തെ സൈഡിൽ വനമുണ്ടെങ്കിൽ വനത്തിൻ്റെ ബഫർ സോൺ ഇഷ്യൂസ് വരും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വലിയ വ്യവസായങ്ങൾ എന്ന് പറയുന്ന ഒരു ആശയം കേരളത്തെ സംബന്ധിച്ച് വലിയ തോതിൽ പ്രായോഗികമാവുന്ന ഒരു കാര്യമല്ല. അതേസമയം നമുക്ക് പ്രതീക്ഷയോടെ നോക്കാൻ പറ്റുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത്, ഇപ്പം ആപ്പിൾ ഒരു $3 ട്രില്യൺ വലിപ്പമുള്ള ഒരു കമ്പനിയാണ്. പക്ഷെ ഒരു ഫോണും അവർ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നില്ല. $50 ബില്യൺ വലിപ്പമുള്ള ഫോക്സ്കോൺ എന്ന് പറയുന്ന കമ്പനിയാണ് അവരുടെ എല്ലാ ഫോണുകളും മാനുഫാക്ചർ ചെയ്യുന്നത്. പക്ഷേ വലിയ കമ്പനി ആയിട്ടിരിക്കുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലും ഇന്നൊവേഷനിലും ഫോക്കസ് ചെയ്യുന്ന അവരുടെ മാതൃ കമ്പനിയാണ്. അപ്പോൾ ആ തരത്തിൽ ഇന്നൊവേഷനിൽ ഫോക്കസ് ചെയ്യുന്ന, അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ ഫോക്കസ് ചെയ്യുന്ന, ഹൈ വാല്യൂ സർവീസ് എക്സ്പോർട്ടിൽ ഫോക്കസ് ചെയ്യുന്ന
അത്തരത്തിലൊരു നോളജ് എക്കണോമി ആയിട്ട് കേരളത്തെ മാറ്റി തീർക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള വഴി. അപ്പോൾ ഒരിക്കലും നമുക്ക് വ്യവസായങ്ങൾ കൊണ്ട് ഇപ്പം എപ്പോഴും കേരളത്തിലെ വ്യവസായത്തോട് ചേർത്ത് നമ്മൾ എക്സസീവ് ട്രേഡ് യൂണിയനിസത്തെ പറ്റി പറയാറുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ശരാശരി 320 രൂപയ്ക്ക് വരെ തൊഴിലാളിയെ കിട്ടും എന്ന് അസ്യൂം ചെയ്തിട്ട് ഇവിടെ വരുന്ന ഒരാൾക്ക് ഇവിടെ എത്തുമ്പോൾ 1000-ലോ 1500-ലോ റിയൽ ടൈമിൽ കാണേണ്ടി വരുമ്പോൾ ഇവിടെ നിന്ന് ഓടിപ്പോണ്ടി വരുന്നതാണ് ആ സാഹചര്യം എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ്. പക്ഷെ അപ്പോഴും ഇതൊരു ആക്ഷേപമായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ തരത്തിലൊരു നോളജ് എക്കണോമിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷന് എന്തെങ്കിലും ഭാവനാപൂർണമായ പദ്ധതികൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ? ഈ നോളജ് എക്കോണമി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏറ്റവും ശക്തമായി നടപ്പിലാക്കുന്ന ഒരു സ്ഥിതിയിലാണ് കേരളം ഇപ്പോൾ. എല്ലാ എക്കോണമിയും നോളജ് എക്കോണമിയാണ്. അതേ സമയത്ത് ഇപ്പം മനുഷ്യൻ പൂജ്യം കണ്ടുപിടിച്ചെന്ന് പറയുന്നതും ഉരുണ്ടു പോകുന്ന വീല് കണ്ടുപിടിച്ചെന്ന് പറയുന്നതും ഒക്കെ ഓരോ ഘട്ടത്തിലേക്കാണ്. തീ കണ്ടുപിടിച്ചതും ഒക്കെ ഓരോ ഘട്ടത്തിലേക്കുള്ളതാണ്. അപ്പോൾ ഇപ്പോഴേ ഏറ്റവും ലേറ്റസ്റ്റ് ഞാൻ കേരളത്തെ സംബന്ധിച്ച് പൊള്യൂട്ടിങ് ഇൻഡസ്ട്രീസ് പറ്റില്ല. നമുക്കറിയാം കേരളത്തിൻ്റെ ഭൂമിയുടെ പ്രത്യേകതയുണ്ട്. തീരദേശം, ഫോറസ്റ്റ്, 30% ഫോറസ്റ്റും 30% എസ്റ്റേറ്റും, ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകത. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട എയർ ക്വാളിറ്റി നമുക്കുള്ളത്. നമ്മുടെ ഏറ്റവും പൊല്യൂഷൻ കൂടുതലുണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് പോലും അന്തർദേശീയ സ്റ്റാൻഡേർഡിനേക്കാളും വളരെ കുറവാണ്. പിന്നെ ലോ ആൻഡ് ഓർഡറാണ് ഏതൊരു ഇൻവെസ്റ്റർക്കും ഏറ്റവും വലിയ പ്രശ്നം. ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വളരെ നല്ലതാണ്. അതിനകത്ത് വംശീയതയും വർഗീയതയും ഉള്ള പ്രശ്നമില്ല. നിങ്ങൾക്ക് പള്ളിയിലും അമ്പലത്തിലും പോകുന്നതിന് തടസ്സമില്ല, പോകാതിരിക്കുന്നതിന് തടസ്സമില്ല, ഭക്ഷണം കഴിക്കുന്നതിന് ഏത് കടയിൽ പോയി എന്താ കഴിക്കുന്നതിന് പ്രശ്നമില്ല. അങ്ങനൊരു കോസ്മോപൊളിറ്റൻ സൊസൈറ്റിയാണ് കേരളം. ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്, വളരെ പണ്ട് തന്നെ. ഒരുപക്ഷെ സഹ്യവ്രതത്തിൻ്റെ ഈ അതിർത്തിയും കടൽ വഴിയുള്ള ബന്ധങ്ങളും ചൈനക്കാരും റോമക്കാരും തുടങ്ങി എല്ലാവരും വന്ന അനുഭവങ്ങളും എല്ലാ മതത്തിൻ്റെ കടന്നുവരവിന് വാതായനം തുറന്നു കൊടുത്ത് അവരുമായിട്ടെല്ലാം സഹകരിക്കുന്നതും അവരെയൊക്കെ കുറച്ചുകൂടി നമ്മുടെ കൾച്ചറിൽ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഇവിടുത്തെ ശാന്തതയിൽ തന്നെ ഇവിടുത്തെ ആളുകൾ തന്നെയാണല്ലോ. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചരിത്രമുണ്ട് നമുക്ക്. വാസ്കോഡ ഗാമ വന്ന സമയത്ത് അവരുടെ മിഷൻ്റെ ഒരു ഉദ്ദേശം ഇന്ത്യയിലെ തദ്ദേശീയ പൗരസ്ത്യ ദേശത്തെ തദ്ദേശീയ ക്രിസ്ത്യാനികളെ പറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരു പഴയ ഡയറി കുറിപ്പുകളോ പഠനം നോക്കി അറിയാം. അവർ വരുന്നതിന് എത്രയോ മുമ്പ് ഇവിടെ ക്രിസ്ത്യൻ സമൂഹം ഉണ്ടായിരുന്നു. ഇങ്ങനെ വളരെ വ്യത്യസ്തമായ പല കാര്യങ്ങളുള്ള ഒരു കേരളത്തിൽ നോളജ് എപ്പോഴും വളരെ പ്രധാനമാണ്. നമുക്ക് പൂജ്യം കണ്ടുപിടിച്ചതിൻ്റെയും ഒക്കെ നമ്മുടെ ഗണിതശാസ്ത്രജ്ഞന്മാരെ പറ്റിയൊക്കെയുള്ള പഴയ ആദിശങ്കരൻ്റെ അതത് സമയത്തെ ഏറ്റവും പ്രാഗൽഭ്യമുള്ള ആളുകളെ നമ്മൾ സൃഷ്ടിച്ചിരുന്നു. എല്ലാം നമ്മളാണെന്നല്ല ഞാൻ പറയുന്നത്, കേരളവും അതൊക്കെ സൃഷ്ടിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് ഈ നോളജ് എക്കണോമി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അറിവുകൾ ലോകത്തെല്ലായിടത്തും പോയ പരിചയം മലയാളിക്കുണ്ട്. ലോകത്ത് ഏത് സ്ഥലത്ത് ചെന്നാലും നിങ്ങളുടെ ഒരു ആശുപത്രി അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് മിക്കവാറും സ്ഥലത്ത് മലയാളം പറയാം. ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ മലയാളം പറയാവുന്ന ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ അവിടെ നഴ്സ് ഉണ്ടാവും, നമ്മുടെ കുറച്ച് ആരോഗ്യ പ്രവർത്തകരുണ്ടാവും. ഇത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനിയിപ്പോൾ ഏറ്റവും വലിയ സയൻസ് ഗവേഷണ സ്ഥാപനങ്ങൾ നമ്മുടെ ആളുണ്ടാവും. ലോകത്തെ മറ്റ് ചില സ്ഥലങ്ങളിലെ ആളുകൾ ഇതുപോലുണ്ട്. എന്തായാലും കേരളത്തിന് ഇതുപോലൊരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ആ കേരളീയർക്ക് ഇവിടെ വന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാം. ഞാൻ പറഞ്ഞു, വേൾഡ് ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ വരുന്ന മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ നിന്ന് ചെയ്യുന്നതിന് പ്രേരകമാണ്. ഇപ്പോൾ മുൻപൊരു 30 കൊല്ലം മുമ്പോ ഒക്കെ നമ്മൾ നോക്കുമ്പം US-ലും പിന്നെ യൂറോപ്പിലും വന്നൊരു ഡെവലപ്മെൻറ്റ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ ആപ്പിളിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോൺ ഇറക്കുമ്പം ട്രൈ ചെയ്യുന്ന ഒന്ന് ഇന്ത്യയിൽ കൂടിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ മേടിക്കുന്നത് കേരളത്തിലായിരിക്കും, പെർസെൻറ്റേജ് ഓഫ് പർച്ചേസ്. ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ, ഏറ്റവും ലേറ്റസ്റ്റ് വാഹനങ്ങൾ വരുന്നത് ഒക്കെ എല്ലാം മേടിക്കുന്ന ഒരു പർച്ചേസിങ് പവറുള്ള ആളുകളുണ്ട്. ലോകത്തെ വലിയ ടെക്നോളജി കമ്പനികൾ ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം നമുക്കുണ്ട്. അപ്പോൾ നോളജ് ബേസ്ഡ് എക്കണോമിയുടെ എല്ലാ പശ്ചാത്തലമുണ്ട്. നമുക്ക് പൊല്യൂഷൻ വലുതായിട്ടുള്ളത് പറ്റത്തില്ല എന്നുള്ളത് നമ്മുടെ സ്റ്റാൻഡാണ്. അത് ധാരാളം കാര്യങ്ങൾ വരുന്നുണ്ട്, ഇനിയും കൂടുതൽ കാര്യങ്ങൾ വരും. അതിന് നല്ല താമസിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്ക് കൂടുതൽ വേണം. നമുക്ക് അതുപോലുള്ള ടൂറിസത്തിൻ്റെ ഒക്കെ ഫെസിലിറ്റി വർദ്ധിപ്പിക്കണം. പക്ഷെ നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രിക്ക് വലിയ സ്കോപ്പാണ്. ലോകം മൊത്തം എല്ലാ ഫുഡും കഴിക്കും. ഇപ്പോൾ കൾച്ചർ അതുപോലെ ഭയങ്കര ഷെയർ ചെയ്യും. കഴിഞ്ഞ ദിവസം ഞാനൊരു ഹിന്ദി സിനിമ കുറച്ച് സമയം കണ്ട ഈ ഇതിൽ വന്നപ്പം TV-ൽ മലയാളത്തിലെ ഒരു ഗ്രാമത്തിൽ വന്നൊരു ടൂറിസ്റ്റായിട്ടുള്ളൊരു ഹിന്ദി അവിടെ നിന്നുള്ള ഒരാൾ ഇവിടുത്തെ ഒരു വീടിൻ്റെ അനുഭവങ്ങൾ കാണിക്കുകയാണ്. കേരളത്തിലെ മലയാളം ഇടയ്ക്ക് പറയുകയും ഇവിടുത്തെ വീടിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന രംഗങ്ങൾ. അപ്പം യൂണിവേഴ്സൽ എന്ന് പറയുന്ന പോലെയാണ് കൾച്ചറൊക്കെ മാറുന്നുണ്ട്. അപ്പം നമ്മുടെ ഫുഡിന്, നമ്മുടെ കഥകളി പോലുള്ള മുതൽ മോഹിനിയാട്ടവും നമ്മുടെ കഥകൾ, നമ്മുടെ കലാരൂപത്തിന്, നമ്മുടെ സിനിമയ്ക്ക് ഒക്കെ വേൾഡിൽ ഇപ്പോൾ ഉണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ മൊത്തം പാൻ ഇന്ത്യൻ ഉണ്ടല്ലോ, അംഗീകാരമുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ നല്ലതുപോലെ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഈ പ്രദേശത്തെ കൂടുതൽ ഉപയോഗിക്കാം. അതുകൊണ്ട് നോളജ് ബേസ്ഡ് എക്കണോമി തന്നെ ആയിരിക്കും ശക്തിപ്പെടുക. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ?
നല്ല ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, നല്ല വിദ്യാഭ്യാസം, നല്ല എല്ലാ ലാംഗ്വേജും പഠിക്കാനുള്ള സൗകര്യം, യാത്രാ സൗകര്യം. വിമാനം ലോകത്തേക്ക് ഇത്രയും ഇൻ്റർനാഷണൽ എയർപോർട്ടുള്ള ഒരു സ്ഥലമില്ല. ഈ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ 5 സ്റ്റാർ ഹോട്ടലുള്ള സ്റ്റേറ്റ് കേരള. ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഉള്ള ഹോട്ടലുള്ള സ്റ്റേറ്റ് കേരളമാണ്. NH-ഉം പിന്നെ റോഡും. വന്ദേ ഭാരത് ഇന്ത്യയിലെ ശരാശരിയുടെ ഇരട്ടിയാണ് കേരളത്തിൽ പാസഞ്ചേഴ്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഈ നോളജ് എക്കണോമിക്ക് സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്ന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണക്ടിവിറ്റി കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. കേരളയിൽ നേരത്തെ വന്നിട്ട് അതിന് തടസ്സം വന്നു. എന്തായാലും ഡൽഹി കൊച്ചി മെട്രോ വളരെ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളതാണ്, വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രിവാൻഡ്രം മെട്രോ നമ്മൾ അനൗൺസ് ചെയ്തു, അതിൻ്റെ കാര്യം വരും. കോഴിക്കോടും മെട്രോയുടെ കാര്യങ്ങളൊക്കെ വരും. കേരളം മൊത്തം വളരെ വേഗത്തിൽ കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ വരുന്നു. കേരളത്തിൽ നിന്ന് ലോകത്ത് എവിടേക്കും പോകാനുള്ള ട്രാൻസ്പോർട്ട് സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ വലിയ തുറമുഖം സൗകര്യങ്ങൾ വരുന്നു. കേരളത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും ലോകത്ത് എവിടേക്കും ഫ്രീക്വൻ്റായി യാത്ര ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള വിമാന സൗകര്യങ്ങൾ ഉണ്ട്, ഇനിയും വരും. സത്യത്തിൽ ഒരു പിന്നെ ഇത്രയും സൗകര്യങ്ങളുള്ള അടിസ്ഥാന സൗകര്യമുള്ള സ്ഥലം കുറവല്ലേ. ഏത് ജോലിയും ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഉള്ള പിന്നെ നോളജുള്ള ആളുകളുണ്ട്, ലോക പരിചയമുണ്ട്. ടൂറിസം ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഒരു സ്വിറ്റ്സർലൻഡിലൊക്കെ പോയിട്ട് നല്ല വായു, പണ്ടൊക്കെ ഈ TB പേഷ്യൻസൊക്കെ പോകുന്ന പല സാനിറ്റോറിയംസ് എന്ന് പറയും പണ്ട്, അത് സ്വിറ്റ്സർലൻഡിലൊക്കെയാണ്. ക്ലൈമറ്റാണ് അവിടുത്തെ പ്രശ്നം. അപ്പോൾ ലോകത്തെ ഏറ്റവും നല്ല ക്ലൈമറ്റുള്ള സ്ഥലങ്ങൾക്ക് പോലും ഡിമാൻഡുണ്ട്. നമുക്കാണെങ്കിൽ നമ്മുടെ ആയുർവേദവും നല്ല ക്ലൈമറ്റും നമ്മുടെ ഈ സംസ്കാരവും എല്ലാം സഹായകരമാണ്. അത് ലോകത്തെ ഏറ്റവും കൂടുതൽ ഈ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമുക്കുണ്ട്. ഇപ്പോൾ യൂസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ മുന്നേ വരുന്നു. നമ്മുടെ കേസ്മാർട്ട് പോലെ പഞ്ചായത്ത് വകുപ്പിൻ്റെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് കാര്യങ്ങൾ കിട്ടാൻ വരുന്നു. ചില വിദേശികൾ പ്രവാസികൾ ഇവിടെ വരും പറയുന്നുണ്ട്, നേരത്തെ പോലെ അല്ല, ഞങ്ങളുടെ വീട്ടിൽ ഇരുന്ന് ഈ കാര്യമൊക്കെ ചെയ്യാം. ആ നേട്ടങ്ങൾ നമ്മൾ നല്ലപോലെ യൂസ് ചെയ്യണം. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ വേണം അതിനെന്നുള്ള ഒരു കാര്യമുണ്ട്. അതിനാണ് ഫണ്ട് വേണ്ടത്ര കിട്ടാത്തതുകൊണ്ട് കിഫ്ബി പോലുള്ള മോഡലുകൾ നമ്മൾ ഉണ്ടാക്കിയത്. ഇനിയും സ്വകാര്യ മൂലധനം വരുന്ന തരത്തിലേക്ക് നമ്മുടെ നാട്ടിൽ തന്നെ വലിയ തോതിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ട്. അവർക്കിത് റിട്ടേൺ കിട്ടുമോ എന്നുള്ള സംശയമാണ്, സുരക്ഷിതത്വം ഉണ്ടോ എന്നുള്ള സംശയമാണ്. അത് കിട്ടുന്ന കാര്യത്തിലേക്ക് ഇപ്പം ഉറപ്പുണ്ട്. ഇതൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ നാടിനെ വലിയ ഒരു കുതിച്ചാട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഒരു മലയാളീനെ പറ്റിയിട്ട് ഒരു സിംബോളിക്കായ ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ ഇപ്പോഴത്തെ നാഷണൽ പെർസെപ്ഷൻ അനുസരിച്ച് ഒരു കയ്യിൽ മദ്യക്കുപ്പിയും ഇപ്പുറത്തെ കയ്യിൽ ഒരു ലോട്ടറിയും ആയിട്ട് നിൽക്കുന്ന ഒരു മലയാളീനെ ആയിരിക്കും നമ്മൾ വിഭാവനം ചെയ്യുക. കാരണം അത്രയും പ്രചരണം നടക്കുന്നുണ്ട് ആ ഭാഗത്ത്. ഒരു ഉദാഹരണം, ഇപ്പം മിനിസ്റ്റർ തന്നെ ഒരു മുമ്പത്തെ ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടു, ഒരു 100 രൂപ ലോട്ടറിയിലൂടെ വരുമാനം വന്നാൽ അതിൽ സർക്കാരിലേക്ക് എത്തുന്നത് 3 രൂപയാണ് എന്നുള്ളതാണ്. അപ്പം അതിന് മാത്രം ലോട്ടറി കേരളം വിൽക്കുന്നുണ്ടോ? അതല്ല നമുക്ക് 3 രൂപ മാത്രം കിട്ടുകയാണെങ്കിൽ ലോട്ടറി നിരോധിക്കുന്നതിനെ പറ്റി നമുക്ക് ആലോചിച്ചൂടെ? ലോട്ടറി എന്തിനാണ് നിരോധിക്കുന്നത്? ലോട്ടറി ഉണ്ടാക്കുന്ന അപകടങ്ങളുണ്ടെന്ന് നോക്കാനല്ലേ. ഇപ്പം ഓൺലൈൻ ലോട്ടറിയിലല്ലേ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന പലപ്പോഴും. നമ്മുടെ ലോട്ടറി വ്യവസ്ഥാപിതമായ ലോട്ടറിയാണ്. ഈ ലോട്ടറി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നമ്മുടെ ലോട്ടറി 2-3 ധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഈ ക്ലൗഡ് ഫണ്ടിങ് എന്നൊക്കെ പറയത്തില്ലേ, ഈ മൊത്തം സമൂഹത്തിലുള്ള ഫണ്ട് ഒരുമിച്ച് ചേർക്കുന്ന ഒരു ജോലി. ഇവർക്ക് എന്തായാലും ഈ ലോട്ടറി എടുക്കുക എന്ന് പറയുമ്പോൾ അവർ ലോട്ടറി എടുക്കുന്നവരാണ്. ലോട്ടറി എടുക്കുമ്പോൾ കുറേ പേർക്ക് സമ്മാനം കിട്ടും. ഒരു 50-60% സമ്മാനത്തുക തന്നെ തിരിച്ചു കിട്ടും. അപ്പം ആ ക്ലൗഡ് ഫണ്ടിങ്ങിൻ്റെ ഒരുമിച്ചുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ആളുകളുടെ കയ്യിൽ നിന്നുള്ള പണം എല്ലാം കൂടെ വന്നിട്ട് ഒരുമിച്ചൊരു ഗ്രൂപ്പായിട്ടുള്ള ആളുകളിൽ നിന്ന് പണം വരുമ്പോൾ അതിലൊന്ന് സമ്മാനങ്ങൾ കൊടുക്കാം. 2, കേരളത്തിലെ 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെ ആളുകൾ ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. അവർക്ക് ഉള്ള കമ്മീഷനാണ് മേജറായിട്ടുള്ളൊരു കാര്യം പറയുന്നത്. 4000 കോടി എങ്കിലും ഒരു വർഷം കമ്മീഷനായിട്ട് പോകുന്നുണ്ട്. ലേറ്റസ്റ്റ് കണക്ക് നോക്കണം. പിന്നെ സർക്കാരിന് ടാക്സ് ഉണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ ടാക്സ് കൂട്ടി 40%. സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് തുല്യമായിട്ടാണ് പോകുന്നത്. പിന്നീട് സർക്കാരിനൊരു ചെറിയ തുക മാത്രമേ ഇതിൻ്റെ നേരത്തെ ഒരു 3% ഇപ്പോൾ അത് കുറഞ്ഞു. കാരണം ഈ ടാക്സ് കൂട്ടിയപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞ ദിവസം കുറച്ച് ഡിസ്കൗണ്ട് കൂട്ടിക്കൊടുത്തു. ഒരു ഗവർണർ മുമ്പ് ഒരിക്കൽ പറയുണ്ടായി, അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അദ്ദേഹം പറയുണ്ടായി കേരളത്തിൻ്റെ വരുമാനം മദ്യം വിറ്റും ലോട്ടറി വിറ്റുമാണ്. ഇത് വേണ്ടത്ര മനസ്സിലാക്കാഞ്ഞിട്ടാണ്. ലോട്ടറിയുടെ കാര്യത്തിൽ ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ നോൺ ടാക്സ് റവന്യൂവിൻ്റെ ഭാഗത്ത് ലോട്ടറി വിൽക്കുന്ന മുഴുവൻ പണം അതി വരും. കാരണം എന്താ, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റാണ്. എന്നിട്ട് ഈ ചെലവ് മൊത്തം സമ്മാനവും കമ്മീഷനും ഒക്കെ ഇതിൽ നിന്ന് പോകും. ശരിക്കും നമുക്ക് കിട്ടുന്ന ഇതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസിനുള്ള പണമേ കിട്ടത്തുള്ളൂ, ടാക്സ് വേറെ കിട്ടും. പക്ഷേ ഇത്രയും പേര് ജീവിക്കുകയാണ്. നിങ്ങൾ നോക്കിയോ, നാട് നിങ്ങൾ എവിടെ നോക്കിയാലും ആളുകൾ ലോട്ടറിയാണ്. ഞാൻ ഈ ലോട്ടറിയുടെ തുക ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടില്ല, വന്നതിന് ശേഷം കൂടുതൽ അടിക്കുന്ന നേരത്തുള്ള നമ്പരും വർദ്ധിപ്പിച്ചിട്ടില്ല. പക്ഷേ ലോട്ടറി ഇത്രയും വലിയ കാര്യം ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ വല്ല ഓൺലൈനും മറ്റതൊക്കെ ആയിട്ട് ആളുകൾ തട്ടിക്കും. ഇത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടി, ഗവൺമെൻറ് പ്രസിലടിക്കുന്ന, ഗവൺമെൻറ് സുരക്ഷിതത്തോടുകൂടി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിലെ പേപ്പർ ലോട്ടറി ഉള്ളൊരു മറ്റൊരു സംസ്ഥാനം ബംഗാളി ഗവൺമെൻറ് അല്ല നടത്തുന്നത്, പ്രൈവറ്റ് കമ്പനികളാണ്. ഓക്കെ.
അപ്പോൾ ഈ ഗവൺമെൻറ് നടത്തുന്ന ഒരു സ്ഥാപനം എന്നതിൽ അത്തരം ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് അതൊരു തെറ്റായ കാര്യത്തിലേക്ക് പോകാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. ലോട്ടറി എന്ന് പറഞ്ഞാൽ വളരെ മാന്യമായ ഒരു ഏതൊരാൾക്കും ആയാൾക്ക് ഒരു സ്ത്രീക്ക് ജോലിയില്ലാതാക്ക് ഒരു 100 ടിക്കറ്റോ 50 ടിക്കറ്റോ 100 ടിക്കറ്റ് വിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു അന്നത്തേക്ക് ഒരു 10, 500, 600, 10, 700 രൂപ കിട്ടും ജീവിക്കാൻ. 10 ടിക്കറ്റ് വിൽക്കാൻ പറ്റുന്നുള്ളൂ, വൈകിട്ടിറങ്ങി പോയിട്ട് വിൽക്കുന്നവരുണ്ട്. ഇതൊരു ആളുകൾക്ക് അവരുടെ ഒരു വരുമാനം കൂടിയാണ്. നമ്മൾ ആ ഭാഗം കാണണം. ഇത് ഗവൺമെന്റിന് ഇതിൽ നിന്ന് കിട്ടുന്ന ഞാൻ ഈ പറഞ്ഞ പണമുള്ളൂ, ടാക്സിന്റെ ഒരു ചെറിയതല്ല, അത് വേറൊന്നുമില്ല. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം മദ്യം. ഒരു കുപ്പി മദ്യം, ഒരു കുപ്പി ലോട്ടറിയും അല്ല. മദ്യത്തിന് കഴിഞ്ഞ 5 വർഷമായിട്ട് 1 രൂപ പിന്നെ 1% പോലും നികുതി കൂട്ടിയിട്ടില്ല കേരളത്തിൽ. കൂട്ടാവുന്നതാണ്, കാരണം 2 വർഷത്തിൽ കൂട്ടേണ്ടതാണ്. അപ്പോൾ ഡ്രഗ് കൂടുതൽ വരുന്നു എന്നുള്ള വലിയ വിമർശനം ഉണ്ടല്ലോ, ഡ്രഗ് ഇന്ത്യയിലാകെ ലോകത്താകെ. അപ്പോൾ ഡ്രഗ് ഉണ്ടാക്കുന്ന അപകടമുണ്ട്. സ്വന്തം അമ്മുമ്മ ഗ്യാസ് സിലിണ്ടർ എടുത്ത് തലയടിച്ച് പൊട്ടിച്ച് കൊന്നിട്ട് പൈസ ചോദിക്കുന്ന ഭ്രാന്തമായ മയക്കുമരുന്നിലേക്ക് പോയ സംഭവങ്ങൾ ഉൾപ്പെടെ, പിന്നെ പണത്തിന് വേണ്ടി സഹോദരങ്ങളെ മൊത്തം കൊല്ലുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഡ്രഗിൻ്റെ പലതും റിപ്പോർട്ട് ചെയ്തു. വളരെ മോശമായിട്ടുള്ള തരത്തിലേക്കുള്ള പലതരത്തിലുള്ള അക്രമങ്ങൾ. ആ ഡ്രഗിനെ നിയന്ത്രിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. കളക്റ്റീവായിട്ട് വലിയ തോതിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിലപാടെടുത്ത് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ മദ്യത്തിൻ്റെ കാര്യത്തിനകത്ത് ആ ഡ്രഗിൻ്റെ കൂട്ടല്ല, ഈ മനുഷ്യനെ മദ്യപിക്കുക എന്ന് പറയുന്നത് ലോകത്ത് എവിടെയും ചെയ്യും. നമ്മൾ കാര്യങ്ങളൊന്നും കാണാതെ പോയിട്ട് കാര്യമില്ല. ഇപ്പം ലോകത്ത് എവിടെയായാലും ചില ലഹരി, അത് അപകടം കുറഞ്ഞ ലഹരി ഗവൺമെൻറ് കൺട്രോളിൽ പോവുക. ഇപ്പോൾ കേരളത്തിൽ 100% സർക്കാരാണ് വിൽക്കുന്നത്. കേരളം മാത്രമല്ല, തമിഴ്നാടും കർണാടകവും ഇപ്പം അങ്ങനെ. തമിഴ്നാടും ഒക്കെ കുറേയേറെ കൺട്രോൾ ഉണ്ടായി മനസ്സിലാക്കുന്നത്. ചില സ്ഥലങ്ങളിൽ അങ്ങനല്ല. സ്പ്യൂറിയസ് ആയിട്ടുള്ള കള്ളം മദ്യം വരിക, വ്യാജ മദ്യം വരിക, അതൊക്കെ ഒഴിവാക്കി ചെയ്യുക. കേരളത്തിന്റെ വരുമാനത്തിന്റെ എത്ര ഇരട്ടിയാണ് ഓരോ സ്റ്റേറ്റിൽ നിങ്ങൾ നോക്കിയോ. ഇവർ പെർസെപ്ഷൻ ഉണ്ടാക്കുന്നതാണ്. കേരളത്തിലെ ജനസംഖ്യയുടെ ഇരട്ടിയിലധികം തമിഴ്നാട്. കേരളത്തിലുള്ള കടകളുടെ 5 ഇരട്ടിയിലധികം കടയുണ്ട് അവിടെ. 5 അല്ല, ഈ എല്ലാ ചെറിയ ചെറിയ സ്ഥലത്തും. നമുക്ക് അങ്ങനെ ഇല്ല, നമ്മൾ വളരെ ലിമിറ്റ് ചെയ്തിട്ടേ അത് കടകളുള്ളൂ. ബാറുകൾ കഴിഞ്ഞാൽ കടകളാണ്. ബാർ എന്ന് പറഞ്ഞാൽ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആണ്. ബിവറേജ് കോർപ്പറേഷൻ്റെ കടയും കുറവാണ്, അവിടെ വെച്ച് കുടിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. കർണാടകത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും തെലുങ്കാനയുടെയും ആന്ധ്രയുടെ ഒക്കെ വരുമാനം നോക്കിക്കോളൂ. എൻ്റെ എല്ലാ വരുമാനം എല്ലാം ഉണ്ട്. ഓരോ സ്റ്റേറ്റിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. യുപിയുടെയും അവിടെ എല്ലാം, യുപിയിലൊക്കെ നേരത്തെ യാതൊരു നിയന്ത്രണവും ഇല്ലായിരുന്നു. ഇതൊക്കെ ഗവൺമെൻറ് സിസ്റ്റത്തിൽ കൂടെ വരുമ്പോൾ വരുമാനം എത്രയാണ് അവർക്കുള്ളത്. അപ്പോൾ ഇതൊരു സംഭവം ലോകത്തെല്ലാം. ഈ മദ്യമുണ്ട്. മദ്യത്തിൽ നിന്ന് ഒരു കുപ്പി കയ്യിലും ഒരു ലോട്ടറി കയ്യിലും അല്ല കേരളത്തിൻ്റെ സ്ഥിതി. ലോട്ടറി എന്നുള്ള വരുമാനം ഞാൻ പറഞ്ഞല്ലോ. മദ്യത്തിൻ്റെ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ധനകാര്യമന്ത്രി ആയതിനു ശേഷം ടാക്സ് കൂട്ടിയിട്ടേ ഇല്ല. അപ്പോൾ അതും പിന്നെ വരുമാനം അതിനകത്ത് ഞങ്ങൾ അതിലങ്ങ് വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ നിയന്ത്രണം വേണം, വരുമാനമൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് ആ പറയുന്ന കാര്യത്തിൽ ശരിയല്ല. ഇതുപോലുള്ള കാര്യങ്ങൾ അതും ഈ വേറൊരു കാര്യമാണ്, തെറ്റായ പ്രചരണം. നേരത്തെ ഇതിനേക്കാളും മോശമായ കാര്യങ്ങൾ കേരളത്തെ പറ്റിയൊക്കെ പുറത്ത് പ്രചരിപ്പിച്ചിരുന്നു. കേരളത്തിലെ ആളുകളുടെ സ്വഭാവത്തെപ്പറ്റി, സദാചാരത്തെപ്പറ്റി, ടൂറിസം, പഴയ തായ്ലൻഡ് ടൂറിസം പോലെയൊക്കെ പ്രചരിപ്പിച്ച കാലമുണ്ട് കേരളത്തെ പറ്റി. കേരളത്തിൽ ബീഫ് കഴിക്കുന്നവന്മാരും വൃത്തികെട്ടവന്മാരും ആയതുകൊണ്ട് പ്രളയം വന്നെല്ലാവരും ചാവണം എന്ന് പറഞ്ഞാൽ ഹാൻഡിൽസ് ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയുടെ, BJPയുടെ ചില അനുഭാവികളൊക്കെ പണ്ടിറക്കി. അതൊക്കെ ഉണ്ടാവും. പക്ഷെ കേരളം എന്താണെന്നുള്ളത് ഇപ്പോൾ ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ സമീപകാലത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ആക്ഷേപം എന്ന് പറയുന്നത് ആശുപത്രികൾക്ക് പണം കൃത്യമായിട്ട് കിട്ടുന്നില്ല, മെഡിക്കൽ കോളേജ് സംവിധാനങ്ങൾ തകർന്നിരിക്കുകയാണ്, അവിടെ പർച്ചേസുകൾ കൃത്യമായിട്ട് നടക്കുന്നില്ല. ഇപ്പം സാമ്പത്തികമായിട്ട് ഒരു പ്രതിസന്ധിയും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഡെലിവർ ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല എന്നൊരു ആക്ഷേപം. സാമ്പത്തികമായി ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സാമ്പത്തികമായിട്ട് കിട്ടാനുള്ള 50,000 കോടി തരാനുള്ള ഒരു വർഷം കട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അവർ ശ്വാസം മുട്ടിച്ചാലും നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. കിട്ടേണ്ടതാണ്. നമുക്ക് അവകാശപ്പെട്ട 2.5 ലക്ഷം കോടി 5 വർഷം കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ നയംധാരണം കിട്ടിയിട്ടില്ല. അത് ധനകാര്യമന്ത്രി എന്ന നിലയിൽ എൻ്റെ വ്യക്തിപരമായ കാര്യമോ കുടുംബപരമായ കാര്യമല്ല, LDFന്റെ മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെ കുടുംബപരമായ കാര്യമല്ല. കേരളത്തിന് കിട്ടേണ്ട പണം കേരളത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് ആവർത്തിച്ച് പറയും, ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. അത് കിട്ടേണ്ടതാണ്. അത് കിട്ടിയാൽ ഇതിനേക്കാൾ എത്രയോ മാറ്റം ഉണ്ടാവും. കേരളത്തിൽ എത്രയോ മാറ്റം ഉണ്ടാവും. ഇതായപ്പോൾ തന്നെ നമ്മൾ മാനേജ് ചെയ്ത് പോകുമ്പോൾ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളെക്കാളും മെച്ചപ്പെട്ട തരത്തിൽ പോകുന്നു. ഇവിടെ പക്ഷേ ഏതെങ്കിലും രംഗത്ത് നമ്മൾ പണം കൊടുക്കാതിരുന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഈ 5 വർഷം വരുമ്പോൾ 55,000 കോടി സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കും. തൊട്ട് മുമ്പത്തെ 5 വർഷമായിരുന്നു ഏറ്റവും കൂടുതൽ കൊടുത്തത്. അന്ന് 30,000 കോടിയാണ് കൊടുത്തത്. അത്രയും കൂടുതൽ സാമൂഹ്യക്ഷേമ പെൻഷൻ മാറ്റി വെക്കുന്ന ഒരു സ്ഥലം. ആശുപത്രി രംഗത്ത് എത്ര? ഞങ്ങൾ ശരാശരി ഈ കേരളത്തിന്റെ ആകെ ബഡ്ജറ്റിൽ ഏറ്റവും വലിയത് വിദ്യാഭ്യാസ, രണ്ടാമത്തെ ആരോഗ്യ ബഡ്ജറ്റിൽ വെക്കുന്നത് കൂടാതാണ് ഈ കാരുണ്യ പോലുള്ള പദ്ധതികൾ. ശരാശരി 1,200-1,500 കോടി ഒരു വർഷം കൊടുക്കും. അത്രയും പണം കൊടുക്കുന്നുണ്ട്. നേരത്തെ തൊട്ടു മുമ്പത്തെ ഗവൺമെന്റ് ഇതിന്റെ പകുതി ഉള്ളായിരുന്നു. ഹെൽത്ത് അഷുറൻസ് കൊണ്ടുവന്ന അപ്പോഴാണ്. അന്ന് 600 കോടിയൊക്കെ പഴയ കോവിഡ് സമയത്ത് മുഴുവൻ നമ്മൾ കൊടുത്തു തീർത്തു. അതിനു മുമ്പ് തീരെ കൊടുക്കത്തില്ലായിരുന്നു, ഇത്രയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കണക്കുകൾ നോക്കണം. 1ാം പിണറായി സർക്കാരാണ് ഏറ്റവും കൂടുതൽ കാർഡിയോളജിയും മറ്റും ഒക്കെ ചെയ്തത്.
അതിനുശേഷം ഇപ്പോഴാണ്. ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും കാർഡിയോളജി സെൻ്ററുണ്ട്, കാത്ത് ലാബുണ്ട്. അപ്പോൾ അന്ന് ഒരു മാസം ചെയ്യുന്ന 7000 ഓപ്പറേഷനാണ് കഴിഞ്ഞ ഗവൺമെൻറ്. അതിനു മുമ്പത്തെ കാലത്ത് 3000 പോലും ഇല്ല. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് 7000 ഒരു മാസം ഹാർട്ട് ഓപ്പറേഷൻ. ഇപ്പോൾ അത് 18000 19000 ആയി. പണ്ട് മരുന്നില്ലെന്ന് പറഞ്ഞാൽ പെൻസിലിനോ ഇൻസുലിനോ ജെലൂസിലോ പാരാസിറ്റമോളോ ഇല്ലെന്നാ. ഇപ്പം ഇല്ലെന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റെൻറ്റ്. 42 ലക്ഷം കുടുംബങ്ങൾക്ക് സ്റ്റെൻറ്റ് സൗജന്യമായി കൊടുക്കുക എന്ന് പറഞ്ഞാൽ 2 ലക്ഷമോ 1.5 ലക്ഷമോ രൂപയുടെ വിലയുള്ള സാധനം സൗജന്യമായി കൊടുക്കുന്ന ഒരു സ്റ്റേറ്റിൽ അത് സൗജന്യമായി കൊടുക്കുന്ന ഒരാഴ്ച താമസിച്ചു പോയി എന്നാണ് ഞാൻ പറയുന്നത്. ഒരാഴ്ച താമസിച്ചു എന്നുള്ളത് പറഞ്ഞോട്ടെ, പക്ഷെ ഇത്രയും കൊടുക്കുകയാണ്. ഇല്ലാത്ത പ്രചരണങ്ങൾ, ആരോഗ്യ വകുപ്പിനെ അവമാനിക്കാൻ വേണ്ടി, സർക്കാരിനെ അവമാനിക്കാൻ വേണ്ടി ഇല്ലാത്ത പ്രചരണം നടത്തുക. കേരളത്തിൽ ഇപ്പോൾ പുതുതായിട്ട് വന്നേക്കുന്ന ഹോസ്പിറ്റൽ നോക്ക്, ഹോസ്പിറ്റലുകൾ എല്ലാ ജില്ലയിലും കാർഡിയോളജി സംവിധാനം ഇപ്പോഴാണ് വന്നത്. എല്ലാ ജില്ലയിലും മെഡിക്കൽ കോളേജ്, 10 മെഡിക്കൽ കോളേജ് വരെ നേരത്തെ ഞങ്ങൾ തുടങ്ങുമെന്ന് ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞു. കൊല്ലത്തെയാണ് ആദ്യത്തെ ESI മെഡിക്കൽ കോളേജ് ഇവർ അനൗൺസ് ചെയ്തത്. അവിടെ ക്ലിനിക്കൽ പരിശോധന ശൈലജ ടീച്ചർ മന്ത്രിയായതിനു ശേഷമാണ് പനിക്ക് മരുന്ന് കൊടുക്കാൻ തുടങ്ങിയത്. മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്തു. പനിക്ക് മരുന്ന് കൊടുക്കാൻ തുടങ്ങിയത് ശൈലജ ടീച്ചർ മന്ത്രി. ഞാനന്ന് CPM ജില്ലാ സെക്രട്ടറിയാണ്. ഇന്നിപ്പോൾ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലും എല്ലാ ജില്ലയിലും അവിടെ പോസ്റ്റ് കൊടുത്തു. 1000 പോസ്റ്റെങ്കിലും വേണം ഒരു മെഡിക്കൽ കോളേജ്. ഇനിയും വേണമെന്നുള്ള ഡിമാൻഡുണ്ട്. ഇതിനകത്ത് നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ ചെയ്യുകയാണ്. ഇപ്പം ഹെൽത്തിന് കഴിഞ്ഞ ദിവസം തന്നെ 202 250 പോസ്റ്റാണ് കഴിഞ്ഞ ദിവസം പിന്നെ പോസ്റ്റുകൾ കൊടുത്ത്, ടീച്ചിങ് ഉയർന്ന പോസ്റ്റ്. ഇതെല്ലാം കൊടുക്കുന്നൊരു സ്റ്റേറ്റാണ്. അപ്പോൾ ഇത് കൊടുക്കുന്നില്ല എന്നല്ല, നേരത്തെ ഉള്ളതിൻ്റെ എത്രയോ 3, 4, 5 മടങ്ങ് കൊടുക്കുന്നുണ്ട്. ഡിമാൻഡ് ഇനിയും കൂടുതലാണ്. മുഴുവൻ ആൾക്കും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് ഉണ്ടാവും. പക്ഷേ ഇത്രയും കൊടുക്കുന്നു എന്നുള്ള കാര്യം ചെറുതല്ല. കോവിഡ് സമയത്തെ മുഴുവൻ പണവും കൊടുത്തു തീർക്കേണ്ടി വന്നു. ഇനിയും കൊടുക്കാനുണ്ട്, കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ അതിനകത്ത് ബഡ്ജറ്റ് വെച്ചത് 700 കോടി, കൊടുക്കേണ്ടി വരുന്ന 1200 1500 കോടി. ധനകാര്യ വകുപ്പിൻ്റെ ഒരു അതനുസരിച്ചാൽ ബഡ്ജറ്റ് വെച്ചത് കൊടുത്താൽ മതിയല്ലോ. പക്ഷെ അങ്ങനെ കൊടുത്താൽ ഈ ചികിത്സ നടക്കുമോ? അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണ്. ഞാനീ പറഞ്ഞാണ്, പാരാസിറ്റമോൾ കിട്ടാനില്ല എന്ന് പറഞ്ഞ കാലത്തു നിന്നും സ്റ്റെൻറ്റ് ഒരാഴ്ച താമസിച്ചു എന്ന് പറയുന്ന കാലത്തേക്ക് കേരളം മാറി. അത്രയും വലിയ ഒരു കവറേജാണ് ഹെൽത്ത് സെക്ടറിൽ കൊടുക്കുന്നത്. ക്യാബിനറ്റ് യോഗത്തിന് പോകാനുള്ള തിരക്കിലാണ് അദ്ദേഹം. അതിനിടയിലാണ് അദ്ദേഹം ഇത്രയധികം സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചത്. അദ്ദേഹത്തിൻ്റെ വിലയേറിയ സമയത്തിന് ഡൂൾ ന്യൂസിൻ്റെ നന്ദി.